Happy festivals. Next Gen GST. ആഘോഷം പൂക്കും നേരം ആവേശം മൈജി വരവേൽക്കുന്നേ എതിരേൽക്കുന്നേ കൊടിപൂരം കൊടിയേറും 25 കാറുകൾ, 30 സ്കൂട്ടറുകൾ, 30 ഗോൾഡ് കോയിൻസ്, 60 ഇന്റർനാഷണൽ ട്രിപ്സ്, ദിവസേന 1 ലക്ഷം രൂപ, 25 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മൈജി ഓണം മാസ് ഓണം. മൈജി ഫ്യൂച്ചർ എക്സ്പീരിയൻസ് ദി നെക്സ്റ്റ്. കാണാൻ സാധിക്കുന്ന ഒരു ജലമേളയാണ്, ജലമാങ്കമാണ് നമുക്ക് ഇവിടെ ആറന്മുളയിൽ കാണാൻ സാധിക്കുന്നത്. ഓളപ്പരപ്പിലെ എന്ന് നമുക്ക് ധ്വജം ഇതെല്ലാം ഓരോ പള്ളിയോടങ്ങളുടെയും അതിന്റെ ഭംഗി ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ പള്ളിയോടക്കരകൾക്കും ഓരോ വിശ്വാസങ്ങളുണ്ട്. ഇന്ന് ഈ ഉത്രട്ടാതി ദിനം ഓരോ പള്ളിയോടക്കരകളും ഇവിടേക്ക് വരുന്നത്, ഈ ആറന്മുളയിലേക്ക് ഈ ഒരു ഉത്രട്ടാതി ജലമേളയ്ക്കായി വരുന്നത് ഓരോ തങ്ങളുടെ ഓരോ വിശ്വാസങ്ങളുള്ള ഓരോ ക്ഷേത്രങ്ങളിൽ രാവിലെ വഴിപാടുകൾ ഒക്കെ കഴിച്ചതിന് ശേഷമാണ്, വഴിപാടുകളും പൂജകളും ഒക്കെ നടത്തിയതിനു ശേഷമാണ് അതാത് കരകളിൽ നിന്ന് ഓരോ പള്ളിയോടങ്ങളും ഈ ആറന്മുളയിലേക്ക് വരുന്നത്. ആറന്മുളയിൽ എത്തുന്ന ഓരോ പള്ളിയോടങ്ങളും അവർ ആദ്യം എത്തുന്നത്, ഇവിടെ എത്തിയതിനു ശേഷം ആദ്യം പോകുന്നത് ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്കാണ്. ക്ഷേത്രത്തിലെത്തി ഭഗവാനെ തൊഴുതതിനു ശേഷം ആയിരിക്കും ഈ ഒരു ജലമേളയ്ക്ക് വേണ്ടി എല്ലാ പള്ളിയോടങ്ങളും ഇറങ്ങുന്നത്. ഇതൊക്കെ ആറന്മുളയിൽ മാത്രം കാണാൻ സാധിക്കുന്ന കാഴ്ചകളാണ്. നമുക്ക് എന്തായാലും ഇപ്പോൾ ഈ 6ാം ഹീറ്റ് മത്സരങ്ങൾ അത് ആരംഭിച്ചിട്ടുണ്ട്. മേലുകരയും നെടുമ്പ്രയാറും തമ്മിലുള്ള ആ ഒരു പോരാട്ടം, ഒപ്പം മേലുകരയും നെല്ലിക്കലും നെടുമ്പ്രയാറും തമ്മിലുള്ള ഒരു വാശിയേറിയ പോരാട്ടമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. അതായത് ഈ 3 പള്ളിയോടങ്ങൾ തമ്മിൽ ഇങ്ങനെ വാശിയോടെ മത്സരിച്ച് വരുന്ന കാഴ്ചകൾ ഒക്കെ നമുക്ക് ഇങ്ങനെ നയനാനന്തര 3 പള്ളിയോടങ്ങളും ഒപ്പത്തിനൊപ്പം പാടിത്തുഴഞ്ഞു വരുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. അതായത് ഓരോ പള്ളിയോടങ്ങളും ഇങ്ങനെ മത്സരത്തിനപ്പുറത്തേക്ക് വിശ്വാസത്തിന്റെ ഒരു ഭാഗം കൂടിയുണ്ട് ഇതിലെന്തായാലും. അങ്ങനെ ഓരോ കരക്കാർക്കും ഓരോ വിശ്വാസങ്ങൾ, ഒപ്പം ആ വിശ്വാസങ്ങളൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് ഓരോ പള്ളിയോടങ്ങളും ഇവിടേക്ക് എത്തുന്നു, തിരുവാറന്മുളയപ്പനെ കാണാൻ എത്തുന്നു. എന്തായാലും ഇപ്പോഴിങ്ങനെ 3 പള്ളിയോടങ്ങൾ അത് ഒപ്പത്തിനൊപ്പം പാടിത്തുഴഞ്ഞെത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതായത് ഈ ഒരു 6ാം ഹീറ്റ്സ് മത്സരങ്ങൾ പുരോഗമിക്കുന്നു. മേലുകരയും നെല്ലിക്കലും നെടുമ്പ്രയാറും തമ്മിലുള്ള ഒരു പോരാട്ടം, അത് ഇങ്ങനെ പാടിത്തുഴഞ്ഞു വരുന്ന കാഴ്ച കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതായത് ഇങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ പൂരത്തിനെ ആനയെ എഴുന്നള്ളിക്കുന്ന അതിലൊരു ഭംഗി നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കും. ഇങ്ങനെ കരിവീരന്മാരായ ഈ പള്ളിയോടങ്ങൾ അതിലിങ്ങനെ തലയുയർത്തി നിൽക്കുന്ന ആ ഒരു അമരച്ചാർത്ത്, ഈ നെറ്റിപ്പട്ടം പോലെ നമുക്ക് തോന്നുന്ന അമരച്ചാർത്ത്, അതിന് മുകളിലായുള്ള ആ ഒരു ധ്വജം, അതൊക്കെ ഇങ്ങനെ ഭംഗിയോടെ കണ്ടിരിക്കാൻ എന്ത് രസമാണ്. ഇതൊക്കെ കാണാൻ ഈ വള്ളംകളി പ്രേമികൾ, ജലോത്സവ പ്രേമികളൊക്കെ ഈ ആറന്മുള ക്ഷേത്രത്തിന്റെ 2 കരകളിലുമായി ഇങ്ങനെ തടിച്ചുകൂടിയിരിക്കുന്ന കാഴ്ച. ഇപ്പോഴെന്തായാലും ഒരു പള്ളിയോടം കുറച്ചെങ്കിലും മുമ്പിലാണ്. ആ വാശിയേറിയ പോരാട്ടം, 3 പള്ളിയോടങ്ങൾ തമ്മിലുള്ള വാശിയേറിയ പോരാട്ടത്തിൽ ഒരു പള്ളിയോടം അല്പമെങ്കിലും മുൻപിലാണ് എന്ന് പറയാൻ സാധിക്കുന്നത്. ഏത് പള്ളിയോടമാണ് എന്നുള്ളത് നമ്മളിങ്ങനെ ആകാംക്ഷയോടെ, ഓരോ വള്ളംകളി പ്രേമികളും ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഏത് പള്ളിയോടമാണ് എന്നുള്ളത്. എന്തായാലും അതിങ്ങനെ പാടിത്തുഴഞ്ഞ് മറ്റ് 2 പള്ളിയോടങ്ങളെക്കാൾ ഒരു വള്ളപ്പാടിനെങ്കിലും മുന്നിലായി അതിങ്ങനെ പാടിത്തുഴഞ്ഞ് വരുന്നത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. നമുക്ക് ഏറ്റവും ശ്രദ്ധേയം ഇത് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്നവരനുസരിച്ചാണെങ്കിൽ അത് നെടുമ്പ്രയാർ പള്ളിയോടമാണ് എന്ന് തോന്നുന്നു. മേലുകരയും നെല്ലിക്കലും നെടുമ്പ്രയാർ തമ്മിലുള്ള ആ ഒരു വാശിയേറിയ ആ ഒരു പോരാട്ടം തന്നെയാണ്. അതെ, 33ാം നമ്പർ മേലുകര പള്ളിയോടമാണത് ഒരു മുമ്പിലുള്ളത്. വള്ളപ്പാടുകൾക്ക് മുന്നിലായി ഒരു പുതുക്കി പണിത പള്ളിയോടം മേലുകര, അതാണ് ആ വള്ളപ്പാടുകൾക്ക് മുന്നിലായി 33ാം നമ്പർ 1ാം ട്രാക്കിലുള്ള 33ാം നമ്പർ മേലുകര പള്ളിയോടം. അത് തന്നെയാണ് ഈ 6ാം ഹീറ്റ്സിൽ വള്ളപ്പാടുകൾക്കകലെ മറ്റ് 2 പള്ളിയോടകൾ നെല്ലിക്കലിനെയും നെടുമ്പ്രയാറിനെയും പിന്നിലാക്കി, വള്ളപ്പാടുകൾക്ക് പിന്നിലാക്കി മേലുകര പള്ളിയോടം അതങ്ങനെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. അതങ്ങനെ സത്രക്കടവിലെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തി. അതിങ്ങനെ മേലുകര പള്ളിയോടം 1ാം ട്രാക്കിൽ തുഴഞ്ഞ മേലുകര പള്ളിയോടം
33 നമ്പർ പള്ളിയോടം അതിങ്ങനെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. തൊട്ടു പിന്നിലായി ഈ ആവേശം ഒട്ടും ചോരാതെ 34 നമ്പർ നെടുമ്പ്രയാർ പള്ളിയോടവും 35 നമ്പർ നെടുമ്പ്രയാർ പള്ളിയോടവും അത് ഇരു പള്ളിയോടങ്ങളും ഇങ്ങനെ പാടിത്തുഴഞ്ഞ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുന്ന കാഴ്ചകളും നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഓരോ പ്രേക്ഷകരും കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ 6ാം ഹിറ്റ്സിൽ മേലുകര പള്ളിയോടം 33 നമ്പർ മേലുകര പള്ളിയോടം 1ാം ട്രാക്കിൽ തുഴഞ്ഞ മേലുകര പള്ളിയോടം ഇങ്ങനെ ഫിനിഷ് ചെയ്തിരിക്കുന്ന കാഴ്ചയാണ്. ഇനി 7ാം ഹിറ്റ്സ് ആണ് നടക്കാനുള്ളത്. 7ാം ഹിറ്റ്സിൽ പ്രയാർ പുന്നംതോട്ടം കോഴഞ്ചേരി പള്ളിയോടങ്ങളാണ് ഇനി എന്തായാലും 7ാം ഹിറ്റ്സിൽ അണിനിരക്കുന്നത്. മത്സര വള്ളംകളി 6ാം ഹിറ്റ്സ് 6ാം പാദ മത്സരം പൂർത്തിയായിരിക്കുന്നു. മേലുകര, നെല്ലിക്കൽ, നെടുംപ്രയാർ പള്ളിയോടങ്ങളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. മേലുകര കൃത്യമായ മുൻതൂക്കം നേടിയിരിക്കുന്നു. ഇനി 7ാം പാദ മത്സരം ആരംഭിക്കാനിരിക്കുന്നു. പ്രയാർ, പുന്നംതോട്ടം, കോഴഞ്ചേരി. യഥാക്രമം 36, 37, 38 നമ്പർ പള്ളിയോടങ്ങളായ പ്രയാർ, പുന്നംതോട്ടം, കോഴഞ്ചേരി പള്ളിയോടങ്ങളാണ് 7ാം പാദ മത്സരത്തിൽ മാറ്റുരക്കുന്നത്. ഗൗതം എങ്ങനെയുണ്ട് വള്ളംകളി മത്സര അനുഭവം? നെല്ലമ്പയാർ വളരെ ഗംഭീരമായി തന്നെ ഈ ആറന്മുള ഉത്രട്ടാതി ജലമേളയുടെ എ ബാച്ചിന്റെ ഹീറ്റ്സ് മത്സരങ്ങൾ കൂടി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കണ്ടത് 6ാമത്തെ ഹീറ്റ്സ് മത്സരത്തിന്റെ ഫിനിഷിംഗ് പോയിന്റിൽ നിന്നുള്ള കാഴ്ചകളാണ്. മേലുകരയും നെല്ലിക്കലും നെടുംപ്രയാറും തമ്മിലുള്ള കടുത്ത മത്സരം ഹീറ്റ്സിൽ നടന്നു. ഒടുവിൽ മേലുകര പള്ളിയോടമാണ് 33ാം നമ്പർ പള്ളിയോടം 1ാം ട്രാക്കിലൂടെ തുഴഞ്ഞു വന്ന മേലുകര 1ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. മേലുകര മുൻപും പല ഘട്ടങ്ങളിൽ, അതായത് മന്നം ട്രോഫിയുടെ ചരിത്രം 972 മുതൽ പരിശോധിച്ചു കഴിഞ്ഞാൽ നിരവധി തവണ ഈ ട്രോഫിയിൽ മുത്തമിട്ടിട്ടുള്ള ഒരു കരയാണ് മേലുകര. അതായത് ആറന്മുളയുടെ 72 മുതലുള്ള മത്സര വള്ളംകളിയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ മന്നം ട്രോഫിയിൽ മുത്തമിട്ട പള്ളിയോടങ്ങളുടെ പട്ടികയിൽ മേലുകരയുണ്ട്. ഈ തവണയും 6ാമത്തെ ഹീറ്റ്സിൽ 1ാമത്തെ ട്രാക്കിൽ മത്സരിച്ച മേലുകര 1ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് എ ബാച്ചിന്റെ ഇനി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എ ബാച്ചിന്റെ 7ാമത്തെ ഹീറ്റ്സ് മത്സരമാണ്. അത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ആരംഭിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. 3 പള്ളിയോടങ്ങളാണ് മത്സരിക്കുന്നത്. 1ാം ഹീറ്റ്സിൽ പ്രയാറും 1ാം ട്രാക്കിൽ പ്രയാറും 2ാം ട്രാക്കിൽ പുന്നത്തോട്ടവും 3ാം ട്രാക്കിൽ കോഴഞ്ചേരിയും തമ്മിലുള്ള മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഹീറ്റ്സ് മത്സരത്തിൽ നമ്മൾ കാണുന്നത്. 7ാമത്തെ ഹീറ്റ്സ് ആണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിൽ കോഴഞ്ചേരി പള്ളിയോടത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം ആറന്മുളയ്ക്ക് അടുത്ത് തന്നെയുള്ള പ്രദേശമാണ് കോഴഞ്ചേരി എന്ന് പറയുന്നത്. ആറന്മുള ക്ഷേത്ര നിർമ്മാണത്തിനായി മണ്ണ് കൊണ്ടുവന്ന സ്ഥലം കൂടിയാണ് മാരാമണ്ണും കോഴഞ്ചേരിയും ഒക്കെ. അതിനാൽ തന്നെയാണ് ആ പ്രദേശത്തിന് മാരാമണ്ണ് എന്ന പേര് വന്നത്. എന്നാൽ മാരാമൺ പള്ളിയോടം വേറെയുണ്ട്. ബി ബാച്ചിലാണ് മാരാമണ്ണ് ഉള്ളത്. എന്നാൽ കോഴഞ്ചേരിയും ഈ മാരാമൺ ചേർന്നിരിക്കുന്ന മറ്റൊരു കരയാണ്. 1989 മന്നം ട്രോഫിയിൽ മുത്തമിട്ട പള്ളിയോടം കൂടിയാണ് കോഴഞ്ചേരി എന്ന കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. അങ്ങനെ കോഴഞ്ചേരിയിൽ നിന്നും വരുന്ന പള്ളിയോടം 3ാമത്തെ ട്രാക്കിൽ മത്സരിക്കുമ്പോൾ പുന്നംതോട്ടം പള്ളിയോടം 2ാം ട്രാക്കിൽ മത്സരിക്കുകയാണ്. പുന്നംതോട്ടം എന്ന് പറയുമ്പോൾ അത് ആറന്മുളയോട് ചേർന്നിരിക്കുന്ന പുന്നംതോട്ടം ദേവി ക്ഷേത്രത്തിനടുത്താണ് ഈ വള്ളപ്പുര വരുന്നത്. പുന്നംതോട്ടം ദേവി എന്ന് പറയുന്നത് പാർത്ഥസാരഥിയുടെ സഹോദരിയാണ് എന്ന രീതിയിലാണ് അവിടുത്തെ പ്രതിഷ്ഠാ സങ്കല്പം. അങ്ങനെ ആറന്മുളയോട് ചേർന്നുള്ള പുന്നംതോട്ടം കരയിൽ നിന്നുള്ള പള്ളിയോടം 2ാം ട്രാക്കിൽ തുഴഞ്ഞു വരുമ്പോൾ പ്രയാർ പള്ളിയോടമാണ് 3ാം ട്രാക്കിലൂടെ കടന്നു വരുന്നത്. ഗോശാല കൃഷ്ണന്റെ ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങി വരുന്ന പ്രയാർ പള്ളിയോടം 1ാം ട്രാക്കിലൂടെയും കടന്നു വരുന്നു. എന്തായാലും അതിശക്തമായ മത്സരം ഈ 7ാം ഭാഗം മത്സരത്തിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് 2ാം ട്രാക്കിലൂടെ കടന്നു വരുന്ന പുന്നത്തോട്ടം ഏതാണ്ട് മുന്നിലാണ് എന്ന് തന്നെയാണ്. വള്ളപ്പാട് മുന്നിൽ തന്നെയാണ് പുന്നത്തോട്ടം കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കോഴഞ്ചേരിയും പ്രയാറും പിന്നിൽ തന്നെയാണ്. ഇപ്പോൾ മധ്യഭാഗത്തുള്ള സെൻട്രൽ ട്രാക്കിലൂടെ വരുന്ന, അതായത് 2ാം ട്രാക്കിലൂടെ കടന്നു വരുന്ന പുന്നംതോട്ടം ഇപ്പോൾ
വള്ളപ്പാടുകൾക്ക് മറ്റ് രണ്ട് പള്ളിയോടങ്ങളെ പിന്നിലാക്കിക്കൊണ്ട് ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയുള്ള കുതിപ്പ് തുടരുകയാണ്. പക്ഷേ നേരത്തെ നമ്മൾ പലതവണ സൂചിപ്പിച്ചതുപോലെ ഈ ഹീറ്റ്സ് മത്സരങ്ങളിൽ ഏറ്റവും വേഗത്തിൽ എത്തുന്ന അല്ലെങ്കിൽ ചുരുങ്ങിയ സമയം കൊണ്ടെത്തുന്ന പള്ളിയോടങ്ങൾ തന്നെയാണ് ഫൈനലിലേക്ക് കടക്കുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യം നമുക്കറിയാം. എങ്കിൽ പോലും ഒന്നാം സ്ഥാനത്ത് എത്തുന്ന പള്ളിയോടങ്ങൾക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു വലിയ പ്രൗഢിയും അല്ലെങ്കിൽ കരകളിൽ നിന്ന് ഉയരുന്ന കരഘോഷവും ഒക്കെ തന്നെയുണ്ട്, ഒരു അഭിമാനം തന്നെയാണ്. അതിനാൽ തന്നെ ഹീറ്റ്സ് മത്സരത്തിൽ ഒന്നാം സ്ഥാനത്തെത്തുന്ന പള്ളിയോടങ്ങൾ വളരെയധികം ശ്രദ്ധിക്കപ്പെടും എന്ന യാഥാർത്ഥ്യം കൂടി ആ തുഴച്ചിൽക്കാർ മനസ്സിലാക്കിക്കൊണ്ടാണ് കരുത്തുറ്റ തുഴച്ചിൽ നടത്തുന്നത്. ഇപ്പോൾ കാണാം വള്ളപ്പാടുകൾക്ക് മറ്റ് രണ്ട് പള്ളിയോടങ്ങളെ പിന്നിലാക്കിക്കൊണ്ട് രണ്ടാം ട്രാക്കിലൂടെ മത്സരിക്കുന്ന പുന്നത്തോട്ടം പള്ളിയോടം ഇപ്പോൾ മറ്റ് രണ്ട് പള്ളിയോടങ്ങളെ പിന്നിലാക്കി ഒന്നാം സ്ഥാനത്ത് കുതിച്ചു പായുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇങ്ങനെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് ആ പള്ളിയോടം ഇങ്ങനെ കടന്നു വരുമ്പോൾ മറ്റ് രണ്ട് പള്ളിയോടങ്ങളും വള്ളപ്പാടുകൾക്ക് പിന്നിലാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, പുന്നത്തോട്ടം എന്ന് പറയുന്നത് ആറന്മുള ക്ഷേത്രത്തിന് തൊട്ടടുത്തായുള്ള പുന്നത്തോട്ടം ദേവീ ക്ഷേത്രവും ആ ദേവീ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ സങ്കല്പം തന്നെ ആറന്മുള ഭഗവാന്റെ സഹോദരി എന്ന നിലയിൽ അറിയപ്പെടുന്ന ക്ഷേത്ര സങ്കല്പവും പ്രതിഷ്ഠയുമുള്ള പ്രദേശമാണ് പുന്നത്തോട്ടം. അവിടെ നിന്നുള്ള പള്ളിയോടമാണ് ഇപ്പോൾ ഈ എ ബാച്ചിലെ 7ാമത്തെ ഹീറ്റ്സിൽ രണ്ടാം ട്രാക്കിൽ മത്സരിച്ച പുന്നത്തോട്ടം ഇപ്പോൾ മറ്റ് വള്ളങ്ങളെ വള്ളപ്പാടുകൾക്ക് പിന്നിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ കോഴഞ്ചേരിയെയും പ്രയാറിനെയും പിന്നിലാക്കിക്കൊണ്ട് പുന്നത്തോട്ടം ഒന്നാമതെത്തിയിരിക്കുന്നത്. ാതി മത്സര വള്ളംകളിയിലെ 7ാം ഹീറ്റ്സ് മത്സരത്തിൽ 7ാം പാദ മത്സരത്തിൽ പുന്നംതോട്ടം പള്ളിയോടം വിജയിയായിരിക്കുന്നു. പ്രയാർ, പുന്നംതോട്ടം, കോഴഞ്ചേരി പള്ളിയോടങ്ങളാണ് 7ാം പാദ മത്സരത്തിൽ ഏറ്റുമുട്ടിയത്. ബാച്ച് എ 8ാം ഹീറ്റ്സ് മത്സരം ഉടൻ ആരംഭിക്കും. 8ാം പാദ മത്സരത്തിൽ ഇടപ്പാവൂർ, പേരൂർ, ഉമയാറ്റുകര, ഇടനാട് യഥാക്രമം 39, 40, 41 നമ്പർ പള്ളിയോടങ്ങളാണ്. ഇടപ്പാവൂർ, പേരൂർ, ഉമയാറ്റുകര, ഇടനാട്. ഒരിടവേളയിലേക്ക് പോകുന്നു, ഉടൻ തിരികെ എത്താം. ഗോപോ നന്ദിരത്തി മാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ നേടാം ബമ്പർ സമ്മാനങ്ങളും കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടുകളും കൈമറിയ സമ്മാനങ്ങളും. ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. Warrior Shirts and Warrior Vastra Ethnic Collections. Warrior for the warriors of life. ആറന്മുള ഉത്രട്ടാതി പള്ളിയോടങ്ങ മത്സരിക്കുന്നു. മത്സര വള്ളംകളിയിൽ 8ാം പാദ മത്സരം ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഗൗതമിലേക്ക് പോകുന്നു. ഗൗതം, ഇടപ്പാവൂർ, പേരൂർ, ഉമയാറ്റുകര, ഇടനാട് പള്ളിയോടങ്ങളാണ് 7ാം പാദ മത്സരത്തിൽ മാറ്റുരക്കുന്നത്. ഹീറ്റ്സ് മത്സരം ആരംഭിച്ചോ? ബാച്ചിൽ 8ാം ഹീറ്റ്സും ആരംഭിച്ചിരിക്കുകയാണ്. ഇതിൽ 3 പള്ളിയോടങ്ങളിൽ ഒന്നാമത്തേത് ഇടപ്പാവൂർ, പേരൂരും, 2ാം ട്രാക്കിൽ ഉമയാറ്റുകരയും, 3ാം ട്രാക്കിൽ ഇടനാടുമാണ്. ഇതിൽ ഇടപ്പാവൂർ, പേരൂർ നമുക്കറിയാം 2 പള്ളിയോടങ്ങളുള്ള ഒരു കരയാണ്. മുൻപത് ഒറ്റക്കരയായിരുന്നു. ഇടപ്പാവൂർ പള്ളിയോടം ഒറ്റക്കരയായിരുന്നുവെങ്കിൽ പിന്നീട് 2 കരയായി മാറുകയും ബി ബാച്ചിൽ ഇടപ്പാവൂരും എ ബാച്ചിലേക്ക് വരുമ്പോൾ ഇടപ്പാവൂർ, പേരൂരുമാണ്. 2023 മന്നം ട്രോഫിക്ക് വേണ്ടിയുള്ള ഫൈനൽ മത്സരം നമുക്ക് ഓർമ്മയുണ്ടാകും. അതിതീവ്രമായ ഒരു ഫൈനൽ മത്സരമായിരുന്നു. പള്ളിയോടങ്ങൾ പരസ്പരം ചൂണ്ടി മത്സരിക്കുകയും പരസ്പരം ഇടിപ്പിക്കുകയും ഒക്കെ ചെയ്ത് വലിയ കലുഷിതമായ ഒരു ഫൈനലിന് ഇട നൽകിയ 2023 ഫൈനലിൽ മന്നം ട്രോഫി ചെറിയ ഒരു ഗ്യാപ്പിനാണ് ഈ ഇടപ്പാവൂർ, പേരൂരിന് കൈവിട്ടു പോയത്. അതിനാൽ ഈ തവണ മന്നം ട്രോഫിയിൽ മുത്തമിടുമെന്ന പ്രഖ്യാപനത്തോടെ 1ാം ട്രാക്കിൽ ഇടപ്പാവൂർ, പേരൂരും, 2ാം ട്രാക്കിൽ ഉമയാറ്റുകരയും, 3ാം ട്രാക്കിൽ ഇടനാടും തമ്മിലുള്ള കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഈ 8ാമത്തെ ഹീറ്റ്സ് പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരാണ് ഒന്നാമത് എത്തുന്നത് എന്നത് സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് പറയുക അസാധ്യമാണ്. അതെ, തീർച്ചയായും വളരെ അസാധ്യമാണ്. ഇപ്പോൾ നമുക്ക് കാണാം എ ബാച്ചിന്റെ 8ാം പാദ മത്സരത്തിൽ ഇടപ്പാവൂർ, പേരൂരും, ഉമയാറ്റുകരയും, ഇടനാടും
അത്യന്തം വാശിയോടെ ഇപ്പം മത്സരിച്ച് മുന്നോട്ട് വരികയാണ്. ഇപ്പോൾ നമുക്ക് കാണാം രണ്ടാം ട്രാക്കിൽ വരുന്ന ഉമയാറ്റുകാരെയും ഒന്നാം ട്രാക്കിലെ ഇടപ്പാവൂർ പേരൂറും ആണ് ഇപ്പോൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. മൂന്നാം ട്രാക്കിൽ കുറച്ച് പിന്നിട്ട് നിൽക്കുകയാണ്. അത്യന്തം വാശിയേറിയ ഒരു മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. ഓരോ മത്സരവും കഴിയുന്തോറും നമുക്ക് കാണാം കാണികൾ ആവേശം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഓരോ മത്സരത്തെയും അതിനനുസരിച്ച് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒന്നാം ട്രാക്കിൽ ഇടപ്പാവൂർ പേരൂറും രണ്ടാം ട്രാക്കിലെ ഉമയാറ്റുകരയും മൂന്നാം ട്രാക്കിലെ ഇടനാടും തുല്യമായി തന്നെ മുന്നോട്ട് വന്നിരിക്കുന്നു. എങ്കിൽ പോലും ഇടപ്പാവൂരും ഉമയാറ്റുകരയുമാണ് ഇപ്പോൾ അല്പം മുന്നിട്ട് നിൽക്കുന്നത്. നമുക്ക് കാണാം ഒന്നാം ട്രാക്കിലെ ഇടപ്പാവൂർ പേരൂർ ഇപ്പോൾ വളരെ മുന്നിൽ തന്നെ തുഴഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു. തൊട്ടു പിന്നാലെയായി ഉമയാറ്റുകരയുമുണ്ട്. രണ്ടാം ട്രാക്കിലെ ഉമയാറ്റുകര കുറച്ച് പിന്നിലാണ്. അത് മൂന്നാം ട്രാക്കിൽ ഇടനാടും ഒന്നാം ട്രാക്കിലെ ഇടപ്പാവൂരും ഇങ്ങനെ തുഴഞ്ഞ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നാം ട്രാക്കിലെ ഇടപ്പാവൂർ കുറച്ച് മുന്നിലാണെന്ന് തോന്നുന്നു. എങ്കിലും നമുക്കത് പ്രയോജനാതീതമാണ്. ഫൈനലിൽ എത്തുമ്പോൾ മാത്രം നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇതുവരെ അതിന്റെ ഔദ്യോഗികമായിട്ട് അറിയിപ്പൊന്നും വന്നിട്ടില്ല. മത്സരം കഴിഞ്ഞിട്ടില്ല. ഇടപ്പാവൂറും ഇടനാടും തമ്മിലുള്ള അത്യന്തം വാശിയേറിയ മത്സരം. ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് പമ്പാ സഹസ്രത്തിന്റെ അങ്ങനെ ഓളങ്ങളെ തഴുകിക്കൊണ്ട് മുന്നോട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് വള്ളങ്ങളും. ഇടപ്പാവൂരും ഇടനാടും അങ്ങനെ തുല്യശക്തികളായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അതേ അത്യന്തം ആവേശം നിറഞ്ഞൊരു കാഴ്ച നമുക്ക് കാണാം. നമ്മുടെ തൊട്ടടുത്തുകൂടി മറ്റൊരു വള്ളം ഇതാ വഞ്ചിപ്പാട്ടും പാടിക്കൊണ്ട് തൊഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. ഓരോരുത്തരും ആവേശത്തിലാണ്, ഓരോരുത്തരും അത്യന്തം ആഹ്ലാദത്തിലാണ്. എത്ര മനോഹരമായ കാഴ്ച, എത്ര അത്യന്തം ആവേശകരമായ കാഴ്ചയാണ് ഈ കാണുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം ഇടപ്പാവൂർ പേരൂരും ഇടനാടും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇടനാട് ഇതാ തൊട്ടും ഇടനാട് വളരെ മുന്നിലെത്തിയിരിക്കുന്നു. ഇടനാട് ഇതാ ഫിനിഷിംഗ് പോയിന്റ് അടുക്കിലേക്ക് കടക്കുകയാണ്. ഇടനാട് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഫിനിഷിംഗ് പോയിന്റ്. അതേ ഇടനാട് ഫിനിഷിംഗ് പോയിന്റ് അല്പം അകലെ മാത്രം. ഇടപ്പാവൂർ പേരൂരാണോ ഇടനാട്? അല്ല, ഇടനാട് തന്നെയാണ്. ഇടനാട് അങ്ങനെ ഫിനിഷിംഗ് പോയിന്റ് ടച്ച് ചെയ്തുകൊണ്ട് എ ബാച്ചിന്റെ 8ാം ഹീറ്റ്സ് മത്സരത്തിന്റെ ഫൈനലിലെത്തിയിരിക്കുകയാണ്. അടുത്ത മത്സരം ഉടനെ തന്നെ സ്റ്റാർട്ടാണ്. എ ബാച്ചിന്റെ 9ാം ഹീറ്റ്സ് മത്സരം അല്പസമയത്തിനുള്ളിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ആരംഭിക്കുന്നതാണ്. ഞാൻ മൈക്ക് എന്റെ പ്രിയ സ്നേഹിതൻ വിനോദിന് കൈമാറുന്നു. രാജേഷ് കുമാർ ക്യാപ്റ്റനായുള്ള ഇടനാട് പള്ളിയോളം അങ്ങനെ ഇടപ്പാവൂർ പേരൂർ ഉമയാറ്റുകര ഇടനാട് എന്നീ പള്ളിയോളങ്ങളാണ് ഇപ്പോൾ പള്ളിയോളങ്ങളുടെ ആറന്മുള ഉത്രട്ടാതി മത്സര വള്ളംകളി ബാച്ച് എ 8ാം ഹീറ്റ്സിൽ ഇടനാട് വിജയിയായിരിക്കുന്നു. ഇടപ്പാവൂർ പേരൂർ ഉമയാറ്റുകര ഇടനാട് പള്ളിയോടങ്ങളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ഇടനാട് വിജയിയായിരിക്കുന്നു. 9ാം ഹീറ്റ്സ് അല്പസമയത്തിനകം ആരംഭിക്കും. ഇടശ്ശേരി മല, കീഴ്ശ്ശേരിമേൽ, ളാക, ഇടയാറന്മുള പള്ളിയോടങ്ങളാണ് 9ാം പാദ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. വിനോദ് ചേരുന്നു. വിനോദ്, ഗോകുലിലേക്ക് പോകുന്നു. ഗോകുൽ 9ാം പാദ മത്സരം ആരംഭിച്ചോ? അല്പസമയത്തിനകം തന്നെ 9ാം പാദ മത്സരം ആരംഭിക്കും. 8 ഹീറ്റ്സുകൾ നിലവിലിപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. 9ാം പാദ മത്സരം എ ബാച്ച് പള്ളിയോടങ്ങളുടെ 9ാം പാദ മത്സരം ഇടശ്ശേരിമല, കീഴ്ശ്ശേരിമേൽ, ളാക എന്നിങ്ങനെയുള്ള 3 പള്ളിയോടങ്ങളായിരിക്കും 9ാം ഹീറ്റ്സിൽ അണിനിരക്കുന്നുണ്ടാവുക. എന്തായാലും വാശിയും അതോടൊപ്പം തന്നെ ആവേശവും ഒക്കെ നിറഞ്ഞ മത്സരങ്ങൾ തന്നെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനി 9, 10, 11 അങ്ങനെയുള്ള 3 ഹീറ്റ്സ് മത്സരങ്ങൾ കൂടി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എ ബാച്ചിൽ. ബി ബാച്ച് പള്ളിയോടങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ നേരത്തെ തന്നെ പൂർത്തിയായിട്ടുണ്ടായിരുന്നു. അവയിൽ നിന്നും ഫൈനലിലേക്ക് യോഗ്യത നേടിയിട്ടുള്ള പള്ളിയോടങ്ങളുടെ പ്രഖ്യാപനവും നടന്നു കഴിഞ്ഞിട്ടുണ്ട്. കോറ്റാത്തൂർ, കൊടിയാട്ടുകര, ഇടപ്പാവൂർ, തൈമറവുങ്കര എന്നിങ്ങനെ 4 പള്ളിയോടങ്ങളാണ് ബി ബാച്ചിൽ ഫൈനലിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നത്. അത് ഏറ്റവും കുറവ്, അതായത് ആകെ മത്സരിച്ച ഹീറ്റ്സ് മത്സരങ്ങളിൽ നിന്നും ഏറ്റവും കുറഞ്ഞ സമയത്തിൽ ഫിനിഷ് ചെയ്ത 4 പള്ളിയോടങ്ങളെയാണ് ഫൈനലിലേക്ക് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ബി ബാച്ചിൽ 4 പള്ളിയോടങ്ങൾ ലൂസേഴ്സ് ഫൈനലിൽ, അവയ്ക്ക് ശേഷം വന്ന മറ്റ് 4 പള്ളിയോടങ്ങൾ കുറഞ്ഞ സമയത്തിൽ വന്നിട്ടുള്ള പള്ളിയോടങ്ങൾ തോട്ടപ്പുഴശ്ശേരി, കടപ്ര, കീഴ്ക്കൊഴൂർ, വന്മഴി എന്നിങ്ങനെയുള്ള 4 പള്ളിയോടങ്ങൾ ലൂസേഴ്സ് ഫൈനലിലും ബി ബാച്ചിൽ മത്സരിക്കും. എന്തായാലും എ ബാച്ച് വള്ളങ്ങളുടെ ഇത് പൂർത്തിയായതിനു ശേഷമായിരിക്കും ഫൈനൽ മത്സരങ്ങൾ ആരംഭിക്കുന്നുണ്ടാവുക. തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട മത്സര സമയത്തേക്ക് തന്നെയാണ് പോകുന്നത്. എ ബാച്ച് മത്സരം ഏറ്റവും ആവേശം നിറഞ്ഞ് എ ബാച്ച് വള്ളങ്ങളുടെ മത്സരം തന്നെയാണ് ഏറ്റവും പ്രധാനമായി നടക്കുന്നത്. 11 ഹീറ്റ്സ് മത്സരങ്ങളാണ് നടക്കുക. എന്തായാലും ഇനി 2-3 ഹീറ്റ്സ് മത്സരം കൂടിയാണ് നടക്കാനുള്ളത്. അല്പസമയത്തിനുള്ളിൽ തന്നെ 9ാം ഹീറ്റ്സ് മത്സരം
മത്സരം ആരംഭിക്കും. എന്തായാലും ഏറ്റവും ആവേശം നിറഞ്ഞ, അതോടൊപ്പം തന്നെ ഏറ്റവും ഭക്തി നിറഞ്ഞ ആ ഒരു സമയത്തേക്ക് തന്നെയാണ് ആറന്മുള ഒന്നാകെ പോകുന്നത്. എന്തായാലും പമ്പയുടെ ഇരു കരകളും എല്ലാം വള്ളംകളി കാണാവുന്ന എല്ലാ ഇടങ്ങളിലും വള്ളംകളി പ്രേമികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. 52 കരക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഏറ്റവും ആവേശം നിറഞ്ഞ ഒരു മത്സരത്തിലേക്ക് തന്നെയാണ് ആറന്മുള ഇക്കുറിയും പോകുന്നത്. മത്സരത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആവേശവും ആ ഒരു ആരവവും ഒക്കെ വർദ്ധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും ഈ 3 ഹീറ്റ്സ് മത്സരങ്ങൾ കൂടി കഴിയുമ്പോഴാണ് ഏറ്റവും ആവേശം ലഭിക്കുന്ന ഫൈനൽ മത്സരങ്ങൾ നടക്കാനായിട്ട് പോകുന്നത്. 2 കാറ്റഗറിയിലായിട്ട് എ ബാച്ചിലും ബി ബാച്ചിലുമായിട്ട് 4 പള്ളിയോടങ്ങൾ വീതം, ആകെ 8 പള്ളിയോടങ്ങൾ ഫൈനലിലുണ്ടാകും. എ ബാച്ചിൽ 4, ബി ബാച്ചിൽ 4 ഇങ്ങനെ. അതുകൂടാതെ ലൂസേഴ്സ് ഫൈനലും അതിനുശേഷം നടക്കുന്നുണ്ടാവും. എ ബാച്ചിലും ബി ബാച്ചിലും ലൂസേഴ്സ് ഫൈനലും ഉണ്ടാവും. അതാണ് തുല്യമാവുന്ന രീതിയിലുള്ള ഹീറ്റ്സ് മത്സരങ്ങളാണ് പലതും. ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടം, ഏറ്റവും സമയം കുറച്ച് ഫിനിഷിംഗ് പോയിന്റിലേക്ക്, സത്രക്കടവിലേക്ക് എത്തുന്ന പള്ളിയോടമാണ് ഫൈനലിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ വഞ്ചിപ്പാട്ടിന്റെ ഈരടികൾക്കൊപ്പം ഒരേ താളത്തിൽ ഒരേ ഈണത്തിൽ ഏറ്റവും കുറവ് സമയത്തേക്ക് എത്താനുള്ള ഒരു പരിശ്രമം കൂടി നടക്കുന്നു. ഭഗവാന് മുന്നിൽ രാവിലെ തുളസിമാല പ്രാർത്ഥിച്ച വള്ളത്തേക്ക് കൊണ്ടുള്ള വലിയൊരു പോരാട്ടം, ഭഗവാന് മുന്നിലുള്ള ഒരു ആത്മസമർപ്പണമായി തന്നെയാണ് ഈ ഒരു വള്ളംകളിയെ ഈ 52 കരക്കാരും കാണുന്നത്. എന്തായാലും അങ്ങനെ ഭഗവാന് മുന്നിൽ നിന്നാണ് ആരംഭിച്ചത്. ഇവരെ അവിടെ ദക്ഷിണ വെച്ചു. പാർത്ഥസാരഥി ക്ഷേത്രത്തിന് മുന്നിൽ വന്ന് വെറ്റിലയും പുകയിലയും ഒക്കെ അടക്കയും ഒക്കെ ദക്ഷിണ വെച്ചതിന് ശേഷമാണ് അവരുടെ ആ ഒരു ഇന്നത്തെ ചിട്ടവട്ടങ്ങളൊക്കെ ആരംഭിച്ചത്. അതിന്റെ ഒരു ആവേശമൊക്കെ കാണാൻ അടുത്ത മത്സരങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. 9ാം ഹീറ്റ്സ് മത്സരങ്ങളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. വാശിയേറിയ മത്സരം തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 3 പള്ളിയോടങ്ങൾ അവ അങ്ങനെ മത്സരിച്ച് തുഴഞ്ഞു വരുന്ന കാഴ്ചയാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. 3 ഇഞ്ചോടിഞ്ചാണ് വരുന്നത്. നമുക്ക് ചെറിയ ഫൈനലിൽ സമാനമായ രീതിയിലേക്കുള്ള ഒരു വലിയ പോരാട്ടം, ഏറ്റവും മനോഹരമായുള്ള ഒരു പോരാട്ടത്തിലേക്കാണ് ആറന്മുള ഒന്നാകെ, പമ്പയുടെ നെട്ടകം ഒന്നാകെ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും മനോഹരമായ ഒരു മത്സരം, ഈ വഞ്ചിപ്പാട്ടിന്റെ ഈരടികളിൽ ഏറ്റവും ആവേശത്തോടെ നടക്കുന്ന ഹീറ്റ്സ് മത്സരങ്ങളിലെ ഏറ്റവും ആവേശത്തോടെ നടക്കുന്ന ഒരു പോരാട്ടമെന്ന ഈ 9ാം ഹീറ്റ്സ് മത്സരത്തെ നമുക്ക് വിലയിരുത്താൻ കഴിയും. എന്നാൽ തീർച്ചയായിട്ടും ഇടശ്ശേരിമല, കീഴ്ച്ചേരിമേൽ, ളാക, അതായത് ഇടയാറന്മുള എന്നിങ്ങനെയുള്ള 3 കരക്കാരുടെ 3 പള്ളിയോടങ്ങളാണ് മത്സരിച്ച് ഇങ്ങനെ തുഴഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഇഞ്ചോടിഞ്ച് വ്യത്യാസം ഉണ്ടോ എന്ന് തന്നെ തോന്നില്ല. 2 പള്ളിയോടങ്ങൾ ഒരേ നീളത്തിൽ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഒരു പള്ളിയോടം മാത്രമാണ് അല്പമൊന്ന്, അല്ലെങ്കിൽ ഇഞ്ചുകൾക്ക് മാത്രം മുന്നിലെന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നതിലേക്ക് എത്തുന്നു. അവിടെ ആ വാശിയും വീറും എല്ലാം തന്നെ പ്രകടമാകുന്ന രീതിയിലേക്ക് ഒരേ താളത്തിൽ ഒരേ ഈണത്തിൽ അങ്ങനെ തുഴഞ്ഞങ്ങനെ മുന്നോട്ട് പോവുകയാണ് മന്നൻ ട്രോഫി എന്നുള്ള ആ ഒരു സ്വപ്നത്തിലേക്ക്, ആ ഒരു കപ്പിലേക്ക്, ഇതാ വലിയൊരു പോരാട്ടത്തിലേക്ക്. തീർച്ചയായിട്ടും ഹീറ്റ്സ് മത്സരങ്ങളിൽ വിജയി 1ാം സ്ഥാനത്ത് എത്തുക എന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. ഏറ്റവും കുറഞ്ഞ സമയത്തിൽ 1ാമതെത്തുക എന്നുള്ളത് തന്നെയാണ്. അതായത് ആകെയുള്ള എ ബാച്ചിലെ 35 പള്ളിയോടങ്ങളിൽ ഏറ്റവും കുറഞ്ഞ സമയത്ത് ഫിനിഷ് ചെയ്യുന്ന 4 വള്ളങ്ങൾ മത്സരങ്ങളിലെ ഏറ്റവും മനോഹരമായ ഒരു മത്സരം ഇപ്പൊ കണ്ട മത്സരം. തീർച്ചയായിട്ടും അത് തന്നെ. എന്തായാലും വളരെ ചെറിയ നൂറിലെ വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്തായാലും ആ 3 പള്ളിയോടങ്ങളും ആ ഫിനിഷിംഗ് ലൈനിലേക്ക്, സത്രക്കടവിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വളരെ ആവേശപൂർവ്വമായിട്ടുള്ള, വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെ, മത്സരം തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇനി എന്തായാലും 2 ഹീറ്റ്സ് മത്സരങ്ങൾ കൂടി മാത്രമാണ് അവശേഷിക്കുന്നത്. കാര്യങ്ങളൊക്കെ പള്ളിയോട സേവാ സംഘം തീരുമാനിച്ചതുപോലെ അവരുടെ മുൻകൂട്ടിയുള്ള ധാരണ പ്രകാരം തന്നെ മുന്നോട്ട് പോകുന്നു. 6 മണിക്ക് മുന്നോടിയായി തന്നെ മത്സരങ്ങളൊക്കെ പൂർത്തീകരിച്ച് സമ്മാനദാനമടക്കം പൂർത്തീകരിക്കണമെന്നുള്ളതായിരുന്നു തീരുമാനം. എന്തായാലും ആ നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. മറ്റൊരു പ്രതിസന്ധികളോ പ്രതിബന്ധങ്ങളോ ഒന്നുമില്ലാതെ മത്സരം ആരംഭിച്ചു. ഭഗവാനിലേക്ക് എല്ലാം അർപ്പിച്ചു മുന്നോട്ട് പോകുന്ന ആ കാഴ്ച. ഏതായാലും ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുമ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം, സമയമടക്കം ഓരോ മിനിറ്റും വിലപ്പെട്ടതാണ്, ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്. അതുകൊണ്ട് ഒരേ ശ്വാസത്തിൽ ഒരേ ഈണത്തിൽ ഒരേ താളത്തിൽ ഇതാ തുഴഞ്ഞ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുകയാണ്. എത്ര മനോഹരമായ ഒരു കാഴ്ചയാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഇതിൽ മത്സരിക്കുക എന്നുള്ളത് തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആനന്ദം നൽകുന്ന കാര്യം, അല്ലെങ്കിൽ നിർവൃതി നൽകുന്ന കാര്യം എന്ന് പറയുന്നത്. അതിൽ ജയപരാജയങ്ങൾക്ക് സ്ഥാനമില്ല എങ്കിൽ പോലും മത്സരമുണ്ട്. പക്ഷേ ആ പള്ളിയോടങ്ങൾ ഭഗവാന് വേണ്ടിയിട്ട് ഈ ഉത്രട്ടാതി നാളിൽ പമ്പാ നദിയിൽ അങ്ങനെ ആ ജലമേളയിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് ഓരോ കരക്കാരുടെയും, ഇതിനുള്ള 52 കരക്കാരുടെയും അഭിമാനമാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ആത്മാഭിമാനത്തിന്റെ കൂടി ഒരു ഘടകമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ പങ്കാളിത്തം ഉറപ്പാക്കുക, സാന്നിധ്യം ഉറപ്പാക്കുക എന്നുള്ളത് തന്നെയാണ് അവർ ഓരോരുത്തർക്കും ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും എല്ലാ പള്ളിയോടങ്ങളും ഇത്തവണ ഒരു പള്ളിയോടത്തിന് ദൗർഭാഗ്യവശാൽ മത്സരിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. 51 കരക്കാരുടെ 51 പള്ളിയോടങ്ങളാണ് ഇക്കുറി മാറ്റുരയ്ക്കുന്നത്. 35 പള്ളിയോടം എ കാറ്റഗറിയിലും 16 പള്ളിയോടങ്ങൾ ബി ബാച്ചിലുമാണ് ഇക്കുറി മത്സരിക്കുന്നത്. എന്തായാലും ആ മത്സരങ്ങളൊക്കെ അങ്ങനെ മികവുറ്റതായിട്ട് തന്നെ മുന്നോട്ട് പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. തീർച്ചയായും ഫൈനലിലേക്ക് എത്തുമ്പോൾ ഏറ്റവും വാശിയേറിയ, ഏറ്റവും വീറും നിറഞ്ഞ ആ പോരാട്ടത്തിലേക്ക് അടുക്കുമ്പോൾ
കാണികളുടെ എണ്ണത്തിലും വലിയൊരു വർധവ്. വള്ളംകളി കാണാവുന്ന എല്ലായിടത്തും ജനസഞ്ചയം ഇങ്ങനെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. കർശനമായ നിയന്ത്രണങ്ങളൊക്കെ തന്നെ ഒരുക്കി മുന്നോട്ട് പോകുമ്പോഴും ഈ പമ്പയാറിന്റെ ഇരു കരകളിലും അങ്ങനെ വള്ളംകളി പ്രേമികളെ കൊണ്ട്, കരക്കാരെ കൊണ്ട്, ലോകത്തെമ്പാടുമുള്ള വള്ളംകളി പ്രേമികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കാരണം പകരം വെക്കാനില്ലാത്ത ഏറ്റവും മാസ്മരികമായുള്ള ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ നിന്നും നമുക്ക് കാണാനാകുക, ഇവിടെ നിന്നും നമുക്ക് പറയാനാകുക. നമ്മുടെ സംസ്കാരങ്ങളൊക്കെ ഉടലെടുത്തിട്ടുള്ളത് നദീതീരങ്ങളിലാണ് അല്ലെ. പ്രധാനപ്പെട്ട സിന്ധു നദിയുടെ സംസ്കാരമായാലും അങ്ങനെ നിരവധി സംസ്കാരങ്ങൾ. പമ്പാ നദിക്കും അതിൻ്റെതായിട്ടുള്ള സംസ്കാരമുണ്ട്. പമ്പാ നദിയുടെ തീരങ്ങളിലുള്ള കരകൾക്ക് അവരുടെ സംസ്കാരം എന്ന് പറയുന്നത് ഇതാണ്. ഈ ആറന്മുള ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും പള്ളിയോടങ്ങളും ഒക്കെയാണ് അവയുടെ സംസ്കാരം എന്ന് പറയുന്നത്. പമ്പ എന്ന് പറയുന്നത് നമ്മുടെ സംബന്ധിച്ച് പുണ്യനദിയാണ്, ദക്ഷിണ ഭാഗീരഥിയാണ്. ആ ദക്ഷിണ ഭാഗീരഥിയിലാണ് ഇത്രത്തോളം ആചാര നിബിഡമായിട്ടുള്ള ഒരു മത്സര വള്ളംകളി ഇങ്ങനെ നടക്കുന്നത്. അത് കാഴ്ചയ്ക്ക് മാത്രമല്ല, ബാക്കി എല്ലാ അനുഭൂതി കൊണ്ടും അവിടെ വന്ന് ആ ഒരു കണ്ടു കഴിഞ്ഞാൽ പോലും നമ്മൾ അവരിൽ ഒരാളായിട്ട് മാറിപ്പോകും. നമ്മൾ തന്നെ നമ്മുടെ വായിൽ ആ വള്ളപ്പാട്ടൊക്കെ സ്വാഭാവികമായിട്ടും വന്നു പോകുന്ന ഒരു കാര്യം. ഇവിടെ എത്തി കാണുന്ന ഓരോരുത്തരും ആറന്മുളക്കാരായി മാറുന്ന ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ് നമുക്ക് പങ്കുവെക്കാനായിട്ട് സാധിക്കുന്നത്. ഈ നമ്മളുടെ തനതായ സംസ്കാരത്തിന്റെ ഏറ്റവും പ്രൗഢമായ ഒരു കാഴ്ച അത് ആറന്മുള തന്നെയാണ്. ആറന്മുള വള്ളസദ്യ ആകട്ടെ, ആറന്മുള വള്ളംകളി ആകട്ടെ, ആറന്മുള കണ്ണാടി ആകട്ടെ, അങ്ങനെ ഒരുപാട് പൈതൃകം, ഒരുപാട് പാരമ്പര്യം, ഒരുപാട് തനിമ, അതോടെ തന്നെ പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ചു നൽകിയ ഒരു നാട്. അതിനൊപ്പമാണ് ഈ പാർത്ഥസാരഥി എന്നുള്ള ആ ദൈവസങ്കല്പം. അങ്ങനെ നമുക്ക് മറ്റൊരിടത്തും പുനർനിർമ്മിക്കാൻ കഴിയാത്ത രീതിയിലേക്കുള്ള ഒരു മഹത്തായ സന്ദേശം ലോകത്തിന് മുന്നിൽ നൽകുന്ന ഒരു നാട് കൂടിയാണ്. നേരത്തെ നമ്മൾ വിശദമായി ചർച്ച ചെയ്തതാണ് ഈ പൈതൃകത്തെ, ഈ സംസ്കാരത്തെ മുന്നിലേക്ക് വെല്ലുവിളികളൊക്കെ തന്നെ വന്നപ്പോഴും സ്വാഭാവികമായും അതൊക്കെ തന്നെ ഇല്ലാതായി പോകുന്ന ആ നമ്മുടെ സംസ്കാരം, നമ്മുടെ പൈതൃകം അത് അതേപടി നിലനിൽക്കുന്നു. അത് പഴയതിലും ഗംഭീരമായി, പ്രൗഢമായി, ഏറ്റവും അത്യുജ്വലമായി തന്നെ നടക്കുന്നു. ഓരോ വർഷവും വള്ളംകളി കാണാൻ എത്തുന്നവരുടെ എണ്ണത്തിൽ തന്നെ നോക്കിയാൽ മതി ഈ ഇരു കരകളിലും കാണുന്ന ഒരു ആവേശം, ഇരു കരകളിൽ നിറയുന്ന ആ പുരുഷാരം, ഇരു കരകളിൽ നിറയുന്ന വഞ്ചിപ്പാട്ട്, ഇരു കരകളിൽ നിറയുന്ന ആർപ്പുവിളി, അങ്ങനെ വാക്കുകൾ കൊണ്ട് വിവരിക്കുന്നതിനപ്പുറത്തേക്കുള്ള ഒരു മഹാ അത്ഭുതമായി തന്നെ ഈ വള്ളംകളി കാണുന്നു. അതുകൊണ്ട് തന്നെയാണ് പഴയതാണെങ്കിലും പഴയതിൽ പ്രൗഢിയാണെങ്കിലും ആ വർദ്ധിച്ച് ഓരോ വർഷം കഴിയുന്തോറും ആ വള്ളംകളിയുടെ, ആ ജലമേളയുടെ ആ പ്രൗഢി അങ്ങ് വർദ്ധിച്ചു വരുന്ന ആ ഒരു കാഴ്ച, ആ ഒരു കാഴ്ചയിലേക്ക് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. അതായത് ഇവിടെ പലതവണ പ്രവർത്തനങ്ങൾ, വിധ്വംസക പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ഇവിടുത്തെ പൈതൃകത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, അതായത് ഒരു ഹീറ്റ്സ് മാത്രമേ അവശേഷിക്കുള്ളൂ. 10ാം ഹീറ്റ്സിൽ മത്സരിക്കുന്നത് മാലക്കരയാണ്, കാട്ടൂരുണ്ട്, തെക്കേമുറിയുണ്ട്, വെൺപാലയുണ്ട്. അങ്ങനെ 4 പള്ളിയോടങ്ങളാണ് 10ാം ഹീറ്റ്സിൽ മാറ്റിവെക്കുന്നത്. നല്ല വീറും വാശിയും നിറഞ്ഞ മത്സരം തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ മത്സരിച്ച് തുഴഞ്ഞു വരികയാണ് 4 പള്ളിയോടങ്ങളും. അതും നല്ലൊരു പോരാട്ടം. നോക്കൂ, 4 പള്ളിയോടങ്ങളും ഒരേ വേഗതയിൽ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അഥവാ വ്യത്യാസമുണ്ടെങ്കിൽ പോലും ഇഞ്ചുകളുടെ മാത്രം വ്യത്യാസമെന്നാണ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ആ വള്ളങ്ങളിൽ, ആ പള്ളിയോടങ്ങളുടെ കൂമ്പുകൾ അങ്ങനെ നിവർന്നു നിൽക്കുന്നത്, അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്നത് കാണാൻ തന്നെ എന്ത് ഭംഗിയാണല്ലേ. അതെ, കാരണം അത്ര വാശിയോടെ, എത്ര വീറോടെ നടക്കുന്ന ഒരു മഹാമംഗത്തിലുള്ള ഒരു പോരാട്ടം. അത് കാരണം ആര് വിജയിക്കും, ഏറ്റവും കുറഞ്ഞ സമയത്ത് ആര് എത്തും എന്നുള്ള കാര്യത്തിൽ ഒരിക്കലും പറയാൻ പറ്റാത്ത രീതിയിലേക്ക് ഒരുപോലെ ഒരേ താളത്തിൽ, ഒരേ ഈളത്തിൽ പോകുന്ന ആ മനോഹരമായുള്ള ആ ഒരു കാഴ്ച. 4 പള്ളിയോടങ്ങൾ അങ്ങനെ മുന്നോട്ട് കുതിക്കുകയാണ്. ആ ഫിനിഷിംഗ് പോയിന്റ് തത്രക്കടവ് ലക്ഷ്യമാക്കിക്കൊണ്ട് മുന്നോട്ട് കുതിക്കുകയാണ്. 4 കരുനാഗങ്ങൾ ഇങ്ങനെ പമ്പയിലൂടെ പായുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള, കാഴ്ചയ്ക്ക് തന്നെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ആ 4 പള്ളിയോടങ്ങളും ഒരേ താളത്തിൽ അങ്ങനെ മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്ന. ആരാണിതിൽ ഒന്നാമതെത്തുക, ആരായിരിക്കും ഏറ്റവും കുറഞ്ഞ സമയത്ത് വലിയൊരു ആവേശത്തോടെ, ഏറ്റവും ആവേശത്തോടെ ഇതാ തുഴഞ്ഞങ്ങനെ മുന്നോട്ട് പോവുകയാണ്. എത്ര മനോഹരമായ കാഴ്ച, പകരം വെക്കാനില്ലാത്ത കാഴ്ച. വെൺപാല എന്നിങ്ങനെയുള്ള 4 കരകൾ, അവരുടെ 4 അഭിമാന മത്സരങ്ങളായിട്ട് അവർ ആ 4 പള്ളിയോടങ്ങൾ ഫിനിഷിംഗ് പോയിന്റിലേക്ക് തൊടുവാനുള്ള ആ ഇനി മീറ്ററുകൾ അവശേഷിക്കുമ്പോൾ എന്തൊരു മനോഹരമായുള്ള പോരാട്ടമാണ്, എത്ര വാശിയോടെയുള്ള പോരാട്ടമാണ്. ഒരേ താളത്തിൽ എത്ര വർണ്ണിച്ചാലും മതിവരാത്ത ആ മനോഹരമായുള്ള ആ ഒരു വർണ്ണാഭമായ, കണ്ണിനിമ്പം നൽകുന്ന, ഹൃദയത്തിലേക്ക് പകർത്താൻ പറ്റുന്ന, പകരം വെക്കാനില്ലാത്ത ആ മനോഹരമായുള്ള, എത്ര മനോഹരമായുള്ള ഒരു കാഴ്ച തന്നെയാണ്. പരസ്പരം വാശിയില്ല, വീറില്ല, പക്ഷേ മത്സരത്തിനൊട്ടും ആവേശം
ആവേശം കുറവില്ല. എല്ലാം ആ ഒരു ഭക്തിനിർഭരമായിട്ടുള്ള കാഴ്ചപ്പാടിൽ തന്നെ അവർ ആ മത്സരത്തെ ഏറ്റെടുക്കുന്നു, അതിൽ പങ്കാളികളാകുന്നു, അതിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഇനി ഒരു ഹീറ്റ്സ് മത്സരം മാത്രമാണ് ഫൈനലിന് മുന്നോടിയായിട്ട് അവശേഷിക്കുന്നത്. എന്തായാലും ആ ഫൈനൽ മത്സരങ്ങൾക്ക് വേണ്ടി കണ്ണിമ ചിമ്മാതെ ആറന്മുളയിലെ നിവാസികൾ ഓരോരുത്തരും കാത്തിരിക്കുകയാണ്. ആറന്മുളക്കാർ മാത്രമല്ല, ഈ ജലമേളകളുടെ പ്രേമികൾ മുഴുവൻ ഇങ്ങനെ കണ്ണിമ ചിമ്മാതെ കാത്തിരിക്കുകയാണ്. ആ ആവേശം അങ്ങനെ കൊടുമുടിയിൽ എത്തി നിൽക്കുന്ന ആ ഫൈനൽ മത്സരങ്ങളാണ് ഇനി ഏറ്റവും ശ്രദ്ധേയമായി മാറുക. അതിന് മുമ്പ് സൂചിപ്പിച്ചിരുന്ന ഞാൻ പറയാൻ വന്നിരുന്ന ഒരു കാര്യമുണ്ട്. അതായത് എപ്പോഴൊക്കെ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുമോ അപ്പോഴൊക്കെ ഭഗവാൻ പ്രത്യക്ഷപ്പെടുമെന്ന് പറഞ്ഞത് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ്. ശ്രീകൃഷ്ണന്റെ ഭഗവത്ഗീതയിലുള്ള ശ്ലോകമാണ്. ആ ശ്രീകൃഷ്ണന്റെ നാട്ടിൽ തന്നെയാണ് നമ്മൾ ഇരിക്കുന്നത്. പാർത്ഥസാരഥിയുടെ നാട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഈ നാട്ടിലും അതുപോലെ തന്നെ ആ അധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്ന നടപടികൾ എപ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ടോ അതിനെയൊക്കെ ഭഗവാൻ തന്നെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഈ നാടിന്റെ പൈതൃകവും ഈ നാടിന്റെ സംസ്കാരവും ഈ നാടിന്റെ ധർമ്മവും ഒക്കെ അതേപോലെ തന്നെ നിലനിർത്താനായിട്ട് ആ ഭഗവാന്റെ കാരുണ്യം സഹായിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇനിയും നൂറ്റാണ്ടുകളോളം അല്ലെങ്കിൽ അതിനുമപ്പുറം ഇതേ കാര്യങ്ങളൊക്കെ ഈ നാട്ടിൽ നിലനിൽക്കുമെന്ന് ഉള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് 100% ഉറപ്പാണ്. കാരണം തലമുറ തോറും അവരുടെ ആചാരങ്ങളും ഐതിഹ്യങ്ങളും ഇവരുടെ സംസ്കാരവും ഒക്കെ എങ്ങനെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ കാര്യങ്ങൾ തന്നെയാണ് ആറന്മുളയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംസ്കാരത്തിന് ഒരു മൂല്യച്യുതിയും ഈ നാട്ടിൽ സംഭവിക്കുകയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് തന്നെയാണ് നമ്മളുടെ ഏറ്റവും അല്ലെങ്കിൽ ഈ നാടിന്റെയും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളുടെയും ഒക്കെ പ്രത്യേകത എന്ന് പറയുന്നതും. എന്തായാലും മത്സരങ്ങൾ അങ്ങനെ കൊഴുക്കട്ടെ. എന്തായാലും ഇനി ഒരു ഹീറ്റ്സ് മത്സരം മാത്രമേ അവശേഷിക്കുന്നു. 11ാമത്തെ ഹീറ്റ്സ് മത്സരത്തിലേക്ക് കടക്കുകയാണ്. എന്തായാലും ഹീറ്റ്സ് മത്സരത്തിൽ എ ഗ്രേഡ് വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരത്തിൽ ഏറ്റവും അവസാനത്തെ ഹീറ്റ്സ് മത്സരത്തിലേക്ക് മുന്നോട്ട് പോവുകയാണ്. എന്തായാലും പമ്പയുടെ ഇരു കരകളിലും അങ്ങനെ നിന്ന് ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, എന്തായാലും ഹീറ്റ്സ് മത്സരങ്ങൾക്ക് സമാപനമാവുകയാണ്. ഫൈനൽ മത്സരം പൊടിപൊടിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. ഗൗതം, അനിൽ നമ്പ്യാർ, ഇനിയും ഹീറ്റ്സ് മത്സരത്തിൽ ശേഷിക്കുന്നത് ഒരു ഹീറ്റ്സ് കൂടിയാണ്. അതായത് എ ബാച്ച് പള്ളിയോടങ്ങളുടെ അവസാന ഹീറ്റ്സ് മത്സരമാണ് ഇനി നടക്കാണ്ടിരിക്കുന്നത്. 11ാമത്തെ ഹീറ്റ്സ് ആണ്. അതിൽ തെക്കേമുറി കിഴക്ക്, ഇടയാറന്മുള, മാരാമൺ, ചിറയിറമ്പ് 4 പള്ളിയോടങ്ങളാണ് ഈ അവസാന ഹീറ്റ്സിൽ മത്സരിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നീട് ഏവരും കാത്തിരിക്കുന്ന മന്നം ട്രോഫിക്ക് വേണ്ടിയുള്ള മത്സരമാണ്. ലൂസേഴ്സ് ഫൈനൽ ഉണ്ടാകും. അതിനുശേഷം പിന്നീട് ബി ബാച്ചിന്റെയും എ ബാച്ചിന്റെയും ഫൈനൽ മത്സരത്തിലേക്കാകും ജലമേള കടക്കുക. എന്തായാലും ഈ അവസാന ഹീറ്റ്സ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ആരംഭിക്കുന്നു എന്നുള്ളതാണ്. അവസാന ഹീറ്റ്സിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തെക്കേമുറി കിഴക്ക്, ഇടയാറന്മുള, മാരാമൺ, ചിറയിറമ്പ് 4 വളരെ പ്രൗഢിയുള്ള പള്ളിയോടങ്ങൾ തന്നെയാണ്. അതിൽ ഇടയാറന്മുള നമുക്കറിയാം. ഇടയാറന്മുളയുടെ ഏറ്റവും വലിയ സവിശേഷത ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രവുമായി വളരെ അഭേദ്യമായ ബന്ധമുള്ള ഒരു കരയാണ് ഇടയാറന്മുള. ഈ ഇടയാറന്മുള പള്ളിയോടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി പറയപ്പെടുന്നത് ഈ വിളക്കുമാടം കൊട്ടാരം. അതായത് ഈ വിളക്കുമാടം കൊട്ടാരത്തിലാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സാന്നിധ്യം ആദ്യം ആറന്മുളയിൽ കാണുന്നത്. അങ്ങനെ ആ വിളക്കുമാടം കൊട്ടാരത്തിൽ ഭഗവാൻ വിശ്രമിച്ചുവെന്നും അതിന്റെ ഐതിഹ്യാടിസ്ഥാനത്തിലാണ് പിന്നീട് ഈ വിളക്കുമാടം കൊട്ടാരത്തിന്റെ തൊട്ടടുത്തായി ഒരു പാർത്ഥസാരഥി ക്ഷേത്രമൊക്കെ പഞ്ചപാണ്ഡവന്മാർ നിർമ്മിക്കുന്നത്. അങ്ങനെയുള്ള പാർത്ഥസാരഥിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുള്ള ഈ വിളക്കുമാടം കൊട്ടാരത്തിന്റെ തൊട്ട് മുന്നിലിട്ട് നിർമ്മിച്ചിട്ടുള്ള പള്ളിയോടം എന്ന സവിശേഷതയാണ് ഇടയാറന്മുളയ്ക്ക് ഉള്ളത് എന്നുള്ളതാണ്. 2001-ലും 2005-ലും ഒക്കെ മന്നം ട്രോഫിയിൽ മുത്തമിട്ടിട്ടുള്ള വളരെ പ്രൗഢിയുള്ള പള്ളിയോടമാണ്. ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇടയാറന്മുളയുടെ ഏറ്റവും വലിയ സവിശേഷത എന്നത് വിളക്കുമാടം കൊട്ടാരത്തിന് മുന്നിൽ തന്നെ ഇട്ട് അറ്റകുറ്റപ്പണികൾ നടത്തുകയും അവിടെ തന്നെ വള്ളപ്പുരയും ഉള്ള ഒരു പള്ളിയോടം എന്ന സവിശേഷത ഇടയാറന്മുളയ്ക്കുണ്ട്. അങ്ങനെ ക്ഷേത്രവുമായി അഭേദ്യമായ ബന്ധമുള്ള ഇടയാറന്മുള 2ാം ട്രാക്കിൽ കടന്നു വരുമ്പോൾ 1ാം ട്രാക്കിൽ തെക്കേമുറി കിഴക്ക് പള്ളിയോടമാണ് കടന്നു വരുന്നത്. 3ാം ട്രാക്കിൽ മാരാമൺ പള്ളിയോടം കടന്നു വരുന്നു. മാരാമൺ നമുക്കറിയാം, ആ പേര് പോലെ തന്നെ ആറന്മുള ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധമുള്ള ഒരു കരയാണ് മാരാമൺ എന്ന് പറയുന്നത്. ക്ഷേത്ര നിർമ്മാണത്തിനായി മണ്ണുകൾ ഉപയോഗിച്ചത് ഈ മാരാമൺ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നുള്ള മണ്ണുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പാർത്ഥസാരഥി ക്ഷേത്രം നിർമ്മിച്ചതെന്നും അതിനാൽ പാർത്ഥസാരഥിയുടെ ഭൂതഗണങ്ങൾ മാരാമണ്ണിലെ മണൽ അത് ഒരിക്കലും നശിച്ചു പോകില്ല എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു എന്നാണ്. ഇപ്പോഴും മാരാമൺ പ്രദേശത്ത് പോയി കഴിഞ്ഞാൽ ഒറ്റുകുഴി എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. അവിടെ നിന്നുള്ള മണ്ണ് ഉപയോഗിച്ചുകൊണ്ടാണ് പാർത്ഥസാരഥി ക്ഷേത്രം നിർമ്മിച്ചത്. അങ്ങനെ ഈ ക്ഷേത്ര നിർമ്മാണവുമായി അഭേദ്യമായ ബന്ധമുള്ള മാരാമണ്ണിന്റെ പള്ളിയോടം 3ാം സ്ഥാനത്ത് വരുമ്പോൾ ചിറയിറമ്പ് എന്ന പള്ളിയോടം 52ാം നമ്പർ പള്ളിയോടം 4ാം സ്ഥാനത്ത് എത്തുന്നുണ്ട്. ഇപ്പോൾ
ഈ ഹീറ്റ്സ് മത്സരങ്ങൾ ദൂരെ നിന്ന് നോക്കുന്ന ഘട്ടത്തിൽ ഞാനിങ്ങനെ ഫിനിഷിംഗ് പോയിന്റിലാണ് നിൽക്കുന്നത്. ഇവിടെ നോക്കുന്ന ഘട്ടത്തിൽ ഏത് പള്ളിയോടം ഒന്നാമതെത്തുന്നു എന്ന് ഇവിടെ നിന്ന് പ്രവചിക്കുക അസാധ്യമാണ്. കാരണം ഈ 4 ട്രാക്കിലും മത്സരിക്കുന്ന പള്ളിയോടങ്ങൾ ഏതാണ്ട് ഒപ്പത്തിനൊപ്പം വരുന്നു. നേരത്തെ നമ്മൾ 9ാം ഹീറ്റ്സിലുമൊക്കെ കണ്ടതുപോലെ ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് എത്തുന്ന പോലെയുള്ള ഒരു മത്സരം നമുക്ക് ഈ അവസാന ഹീറ്റ്സിലും പ്രതീക്ഷിക്കാം എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ ഈ ക്ഷേത്രക്കടവ്, അതായത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രക്കടവ് ഈ 4 പള്ളിയോടങ്ങൾ പിന്നിട്ട് ഇത് ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ ഈ 4 പള്ളിയോടങ്ങളും ഒരേപോലെ തന്നെയാണ് മുന്നേറുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഘടകം. ഇതിലേതെങ്കിലും ഒരു പള്ളിയോടത്തിനൊരു അല്പം ഒരു മേൽക്കീമ നമുക്ക് നോക്കിക്കാണാൻ കഴിയുന്നില്ല. 4 പള്ളിയോടങ്ങളും ഒരേപോലെ തന്നെ മുന്നേറുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. വിനോദ്, തീർച്ചയായും 4 വള്ളങ്ങളും ഒരേപോലെ മുന്നേറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ എ ബാച്ചിന്റെ അവസാന ലൂസേഴ്സ് ഫൈനലാണ്, അവസാന ഹീറ്റ്സ് മത്സരങ്ങളാണ് നടക്കുന്നത്. തെക്കേമുറി കിഴക്ക്, ഇടയാറന്മുള, മാരാമൺ, ചിറയിറമ്പ് എന്നീ 4 വള്ളങ്ങൾ അതിഗംഭീരമായി തുഴഞ്ഞു വരുന്ന കാഴ്ചയാണ് കാണുന്നത്. 1ാം ട്രാക്കിലൂടെ തെക്കേമുറി കിഴക്ക്, 2ാം ട്രാക്കിലൂടെ ഇടയാറന്മുള, 3ാം ട്രാക്കിൽ മാരാമൺ, 4ാം ട്രാക്കിൽ ചിറയിറമ്പ് എന്നീ വള്ളങ്ങളാണ് വലിയ വ്യത്യാസങ്ങളില്ലാതെ തുഴയെറിഞ്ഞു വരുന്നത്. ഇവിടെ ഗൗതം സൂചിപ്പിച്ച പോലെ തന്നെ മാരാമണ്ണും അതുപോലെ തന്നെ ഇടയാറന്മുളയും തെക്കേമുറി കിഴക്കുമൊക്കെ ആറന്മുള ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങൾ തന്നെയാണ്. ഗോപോ നന്ദിര ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ നേടാം ബമ്പർ സമ്മാനങ്ങളും ഒപ്പം ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും. ഗോപോ നന്ദിര ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും. അകലം മാത്രം പാലിച്ചുകൊണ്ട് അതിലേക്ക് കടന്നു വരുന്നു. 4 വള്ളങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് മൂന്നാമത് ഉള്ള വള്ളം, മൂന്നാമതാണോ 4ാമതുള്ള വള്ളമാണോ, അതാ 1ാമത് എത്തുന്നത്, 3ാമത് മാരാമൺ, 4ാമത് ചിറയിറമ്പ്. ആരാണ്? അതാ 2ാം ട്രാക്കിലൂടെ ഉള്ള വള്ളവും കുതിച്ചു കയറുന്നു. ആരാണെന്നറിയില്ല. 3ാം ട്രാക്കോ അതോ 4ാം ട്രാക്കോ? 3ാം ട്രാക്കിലുള്ള വള്ളവും 2ാം ട്രാക്കിലുള്ള വള്ളമോ ഏതാണെന്ന് പറയാൻ കഴിയുന്നില്ല. 2ഉം 3ഉം ട്രാക്കിലുള്ള വള്ളങ്ങൾ, പ്രത്യേകിച്ചും ഇടയാറന്മുളയും മാരാമണ്ണും ചിറയിറമ്പും ഇഞ്ചോടിഞ്ച് വ്യത്യാസത്തിലാണ് ഈ സത്രക്കടവിലെ ഈ ഫിനിഷിംഗ് പോയിന്റ് കടന്നിട്ടുള്ളത്. അതുകൊണ്ട് ആരാണ് വിജയിച്ചത് എന്ന് പറയാൻ കഴിയുന്നില്ല. എന്തായാലും അതിമനോഹരമായ മത്സരമാണ് 4ാം അല്ലെങ്കിൽ എ ബാച്ചിന്റെ അവസാനവട്ട ഹീറ്റ്സ് മത്സരത്തിൽ നടന്നത്. ഇതിൽ വിജയിക്കുന്നവരാണ് ഇനി ലൂസേഴ്സ് ഫൈനലിലേക്ക് പോകുക. ലൂസേഴ്സ് ഫൈനൽ കടന്നാൽ പിന്നീടാണ് ഫൈനൽ മത്സരം നടക്കുക. അടുത്തതായി ആശംസകൾ നേരാൻ മല്ലപ്പുഴശ്ശേരി ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ശ്രീമതി സതി. ആറന്മുളയിൽ ജലപൂരം പൊടിപൊടുക്കിയാണ്. ജലമേള ആവേശമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഹീറ്റ്സ് മത്സരങ്ങൾ ആവേശപൂർവം പരിസമാപ്തിയിലേക്ക് നീങ്ങുന്നു. ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് ഫൈനൽ മത്സരമാണ്. നിഖിലിലേക്ക് പോകുന്നു. നിഖിൽ, പൊതുവെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഫൈനൽ മത്സരം, അന്തിമ മത്സരം? അത് വാശിയും വീറും ഉൾക്കൊള്ളുന്നതായി മാറാൻ സാധ്യതയേറെയല്ലേ? തീർച്ചയായും അൽനബീർ, അതായത് എ ബി ബാച്ചുകളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. 2 ബാച്ചുകളുടെയും ഹീറ്റ്സ് മത്സരങ്ങൾ പൂർത്തിയായിരുന്നു. ബി ബാച്ചിൽ ആകെ ഉണ്ടായിരുന്നത് 5 ഹീറ്റ്സ് മത്സരങ്ങളാണ്. 5 ഹീറ്റ് മത്സരങ്ങളും പൂർത്തിയായി. ഇപ്പോൾ നേരത്തെ പൂർത്തിയായിരുന്നു. പിന്നീട് എ ബാച്ചിൻ്റെ 11 ഹീറ്റ്സ് മത്സരങ്ങൾ ഉണ്ടായിരുന്നു. ഈ 11 ഹീറ്റ്സ് മത്സരങ്ങളും ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ്. 11 ഓരോ ഹീറ്റ്സ് മത്സരങ്ങളും പൂർത്തിയാകുമ്പോൾ ചില ഹീറ്റ്സ് മത്സരങ്ങൾ, ചില പള്ളിയോടങ്ങൾ, ചില വള്ളപ്പാടുകൾക്ക് മുന്നിൽ എത്തി ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഫിനിഷ് ചെയ്യുന്ന കാഴ്ചയുണ്ടെങ്കിൽ മറ്റു ചില ഹീറ്റ്സ് മത്സരങ്ങളിൽ നേരത്തെ ഗൗതവും വിനോദും പറഞ്ഞ പോലെ ഇഞ്ചോടിഞ്ച് പോരാട്ടം, ഒപ്പത്തിനൊപ്പം എത്തി ഫിനിഷ് ചെയ്യുന്ന കാഴ്ച, ഒരു ഫോട്ടോ ഫിനിഷിലേക്കൊക്കെ പോകുന്ന രീതിയിൽ ഫിനിഷ് ചെയ്യുന്ന കാഴ്ച പല ഹീറ്റ്സിലും നമുക്ക് എന്തായാലും കാണാൻ സാധിച്ചു. ഇനിയുള്ളത് ഫൈനൽ മത്സരങ്ങളാണ്. ഫൈനൽ മത്സരങ്ങളിലേക്ക് ഈ ഫിനിഷിംഗ് പോയിന്റിൽ നിന്നും പള്ളിയോടങ്ങൾ ഓരോന്നോരോന്നായി ഇങ്ങനെ ബോട്ടിൽ ഇങ്ങനെ കെട്ടി വലിച്ചുകൊണ്ട് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോകുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ പ്രേക്ഷകർ കാണുന്നുണ്ട്.
അതായത് ബോട്ടിൽ ഇങ്ങനെ ഫിനിഷിംഗ് പോയിന്റിൽ നിന്നും സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് ഓരോ പള്ളിയോടങ്ങളും, അതായത് ഫൈനൽ മത്സരിക്കാനുള്ള പള്ളിയോടങ്ങൾ ഇങ്ങനെ പോകുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും അനിൽ നമ്പ്യാർ പറഞ്ഞതുപോലെ തന്നെ ഓരോ പള്ളിയോടങ്ങളും ഈ വാശി വീറ് അതിന് അപ്പുറത്തേക്ക് ഇത് ഒരു കരകൾ തമ്മിലുള്ളൊരു എന്താണ് ഒത്തൊരുമയുടെ ഭാവം, ഒരുമിച്ച് പാടിത്തുഴഞ്ഞ് എത്തുന്ന കാഴ്ച. ആ ഒരുമയുടെ ഒരു ഇത് തന്നെയാണ് നമ്മൾ ഈ ഫൈനലിൽ ഓരോ മത്സരത്തിന്റെയും അവസാന നിമിഷം അല്ലെങ്കിൽ ഓരോ ഹീറ്റ്സിന്റെയും അവസാന നിമിഷം നമ്മൾ കാണുന്നതാണ്. അത് ഒരുമിച്ച് പാടിത്തുഴഞ്ഞ് എത്തുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ബി ബാച്ചുകളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ എന്തായാലും പൂർത്തിയായിട്ടുണ്ട്. ഇനി നടക്കാനുള്ളത് ഫൈനൽ മത്സരങ്ങളാണ്. ഈ ഫൈനൽ മത്സരങ്ങളിലേക്ക് അല്പസമയത്തിനുള്ളിൽ കടക്കും. ഉച്ചയ്ക്ക് ഈ സംഘാടക സമിതി പള്ളിയോട സേവാ സംഘം നമ്മൾ അറിയിച്ചനുസരിച്ചാണെങ്കിൽ 6 മണിയോടുകൂടി ഫൈനൽ മത്സരങ്ങളൊക്കെ പൂർത്തിയാക്കണം. അതായത് 6 മണിയോടുകൂടി ഫൈനൽ മത്സരങ്ങളടക്കം മുഴുവനും പൂർത്തിയാക്കേണ്ടതുണ്ട് എന്നാണ് പള്ളിയോട സേവാ സംഘം നേരത്തെ നമ്മുടെ അറിയിച്ചിരുന്നത്. ഇപ്പോൾ സമയം 5 മണിയോട് അടുക്കുന്നു. ഇപ്പോൾ ഹീറ്റ്സ് മത്സരം പൂർത്തിയായി. ഇനി 1 മണിക്കൂർ ആണ് ബാക്കിയുള്ളത്. ഈ 1 മണിക്കൂറിനുള്ളിലാണ് ഫൈനൽ മത്സരങ്ങളടക്കം ഇനി എന്തായാലും പൂർത്തീകരിക്കാനുള്ളത്. ഇപ്പോൾ നേരത്തെ ഗൗതവും വിനോദും പറഞ്ഞതുപോലെ ഓരോ പള്ളിയോടക്കരകൾക്കും ഓരോ ഐതിഹ്യങ്ങളുണ്ട്, ഓരോ പള്ളിയോടങ്ങൾക്കും ഓരോ ഐതിഹ്യങ്ങളുണ്ട്. ഓരോന്നും ഈ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓരോ ഐതിഹ്യങ്ങൾ ഓരോ പള്ളിയോടങ്ങൾക്കുമുണ്ട്. അതാണ് അതിൻ്റെ ചരിത്രം. ഓരോ പള്ളിയോടത്തും എടുത്താലും ഓരോ പള്ളിയോടത്തിനും ഈ 52 കരകളിലെ 52 പള്ളിയോടങ്ങൾക്കും ഓരോ ചരിത്രമുണ്ട്, ഓരോ കഥകളുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ 52-ൽ 51 പള്ളിയോടങ്ങൾ ഇന്ന് ഈ ഉത്രട്ടാതി ജലമേളയിൽ മാറ്റുരയ്ക്കാനുണ്ട്. ആറന്മുള ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന 52 കരകൾ, അതായത് മുതൽ ഇനി താഴെ വരെ ക്രാന്തി മുതൽ ചെന്നിത്തല വരെ ഇങ്ങനെ കിടക്കുന്ന 52 കരകൾ, പമ്പാ നദിയുടെ ഇരു കരകളിലുമായി കിടക്കുന്ന 52 കരകൾ. 52 കരകളിലെ പള്ളിയോടങ്ങൾ ഈ ജലപൂരത്തിൽ ജലമാമാങ്കത്തിൽ അതിങ്ങനെ അണിനിരക്കുന്നു. അത് കാണാൻ ഒരു പ്രത്യേക ചന്തമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു പോയൊരു കാര്യമുണ്ട്. അതായത് ഈ ഇങ്ങനെ നെറ്റിപ്പട്ടം കെട്ടി ഗജവീരന്മാർ പോകുന്നത് പോലെ ഇങ്ങനെ കരിവീരന്മാർ ഇങ്ങനെ പാടിത്തുഴഞ്ഞ് ഓളപ്പരപ്പിലൂടെ ഇങ്ങനെ ഒഴുകിപ്പോകുന്നത് കാണാൻ തന്നെ പ്രത്യേക ഒരു ചന്തമാണ്. വീരനും വാശിക്കും മത്സരത്തിനും അപ്പുറം നമ്മളെ ഓരോരുത്തരെയും നമ്മളെ നയനാനന്ദകരമായ കാഴ്ചകളാണ്. അതൊക്കെ നമ്മൾ ഒരു ഓണക്കാലം എന്ന് പറഞ്ഞാൽ, ഓണത്തിന്റെ ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഓണത്തിന്റെ എന്ത് ഡിസൈനുകൾ അടക്കമായിക്കോട്ടെ, എന്തായാലും ഒരു പള്ളിയോടമില്ലാത്ത ഒരു അത് അപൂർണം തന്നെയാണ്. അത്തരത്തിലാണ് എന്തായാലും തിരുവാറന്മുളയപ്പന്റെ ഈ 52 കരകളിലെ 52 പള്ളിയോടങ്ങൾ ഈ കരിവീരന്മാർക്ക് മുകളിലായി തെറ്റിപ്പട്ടം പോലെ കിടക്കുന്ന ആ അമരച്ചാർത്തും അതിന് മുകളിലായുള്ള ആ ഒരു ധ്വജവുമൊക്കെ എന്തായാലും ഇങ്ങനെ കാണാൻ തന്നെ ഒരു പ്രത്യേക ചേലാണ്. എന്തായാലും ഈ ഫൈനൽ മത്സരത്തിൽ അടുക്കുമ്പോൾ തന്നെ ഇരു കരകളിലുമായി സത്രക്കടവിന് ഫൈനൽ മത്സരം നടക്കുന്ന സത്രക്കടവിന് മാത്രമല്ല അവിടുന്ന് ഇങ്ങോട്ട് ക്ഷേത്രക്കടവ് വരെയുള്ള ഇരു കരകളിലുമായി ആയിരക്കണക്കിന് ആളുകൾ ഇരു കരകളിലുമായി ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. ഓരോ പള്ളിയോടക്കൽ ഫിനിഷ് ചെയ്യുമ്പോഴും ഇങ്ങനെ അവർ ആവേശത്തിലാണ്. ഈ വള്ളംകളി പ്രേമികൾ ഒക്കെ ഇരു കരകളിലുമായുള്ള വള്ളംകളി പ്രേമികൾ അല്ലെങ്കിൽ കരക്കാരൊക്കെ അവരൊക്കെ വളരെ വലിയ ആവേശത്തിലാണ്. ഇനി നടക്കാനുള്ള എന്തായാലും ഫൈനൽ മത്സരങ്ങളാണ്. ഹീറ്റ്സ് മത്സരങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഇനി നടക്കാനുള്ള എന്തായാലും ഫൈനൽ മത്സരമാണ്. അതും അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 2 ബാച്ചുകളുടെയും എ ബാച്ചിന്റെയും ബി ബാച്ചിന്റെയും ഫൈനൽ മത്സരങ്ങൾ എന്തായാലും അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും. അനിൽ നമ്പ്യാർ വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ ഗൗതത്തിലേക്ക് ഒരിക്കൽ കൂടി വീണ്ടും ഗൗതം ആറന്മുളയിൽ വള്ളംകളി ആവേശം അതിന്റെ പരിസമാപ്തിയിലേക്ക് കുറിക്കുമ്പോൾ നിഖിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹീറ്റ്സ് മത്സരങ്ങൾ അവസാനിച്ചു കഴിഞ്ഞു. ഇനി ആവേശകരമായ ഫൈനൽ മത്സരമാണ്. ഫൈനൽ മത്സരത്തിന്റെ ആ ത്രസിപ്പിക്കുന്ന മറ്റു വിശദാംശങ്ങളിലേക്ക് ഗൗതം. കടപ്പറ, മേപ്പുറം, തൈമറങ്കര, കോടിയാട്ടുകര, എടപ്പാവൂർ, കോറ്റാത്തൂർ, അല്പസമയത്തിനകം തന്നെ ഈ ബി ബാച്ചിന്റെ ഫൈനൽ മത്സരം നടക്കാൻ പോവുകയാണ്. ഈ ബി ബാച്ചിന്റെ ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന 4 പള്ളിയോടമുണ്ട്. അതിന് മുൻപ് ലൂസേഴ്സ് ഫൈനലുണ്ട്. ലൂസേഴ്സ് ഫൈനലിന് ശേഷമാകും ബി ബാച്ചിന്റെ ഫൈനൽ മത്സരം നടക്കുക. ഈ ഫൈനൽ മത്സരത്തിൽ പ്രവേശിച്ചിരിക്കുന്നത് കൊറ്റത്തൂർ കൈതക്കോടി എന്ന പള്ളിയോടം. നമുക്കറിയാം കോറ്റാത്തൂർ കഴിഞ്ഞ തവണ ബി ബാച്ചിൽ മന്നം ട്രോഫി നേടിയ പള്ളിയോടമാണ്. മറ്റൊന്ന് കോടിയാട്ടൂരും ഇടപ്പാവൂരും അടങ്ങുന്ന 4 പള്ളിയോടങ്ങളാണ് ഈ ബി ബാച്ചിന്റെ ഫൈനൽ രംഗത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. ഉത്രട്ടാതി ജലോത്സവം ജലമാമാങ്കം ആവേശകരമായ അന്ത്യത്തിലേക്ക്. ഹീറ്റ്സ് മത്സരങ്ങൾ അവസാനിച്ചു കഴിഞ്ഞപ്പോൾ ലൂസേഴ്സ് ഫൈനലാണ്. അതിനുശേഷം
ഫൈനൽ മത്സരങ്ങൾ നടക്കും. ചരിത്രപ്രസിദ്ധമായ പുരാണപ്രസിദ്ധമായ ഉത്രട്ടാതി ജലോത്സവം അതിന്റെ ആവേശകരമായ അന്ത്യത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഉത്രട്ടാതി ജലോത്സവത്തിൽ 51 പള്ളിയോടങ്ങളാണ് മാറ്റുരച്ചത്. വിശദാംശങ്ങളുമായി നിഖിൽ കുമാറിലേക്ക്. നിഖിൽ, ഗൗതം പറഞ്ഞതുപോലെ തന്നെ ആവേശകരമായ അന്ത്യത്തിലേക്കാണ് മത്സരം കടന്നിരിക്കുന്നത്. ഉത്രട്ടാതി ജലോത്സവം അതിൻ്റെതായ തനിമയും പെരുമയുമുള്ള ഒരു മാമാങ്കം തന്നെയാണ്, ജലോത്സവം തന്നെയാണ്. അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് മത്സരം കടക്കുമ്പോൾ ഏതൊക്കെ മത്സരവള്ളങ്ങളാണ് ജലരാജാക്കന്മാരാകാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത്, അതിന്റെ വിശദാംശങ്ങൾ കൂടി നിഖിൽ. സുരേഷ്, ഇനി അടുത്ത് നടക്കാനുള്ളത് ഫൈനലിൽ മുന്നോടി നടക്കാനുള്ളത് ബി ബാച്ചിന്റെ ലൂസേഴ്സ് ഫൈനൽ മത്സരമാണ്. 4 പള്ളിയോടങ്ങൾ തോട്ടപ്പുഴശ്ശേരിയും കടപ്രയും കീക്കൊഴൂരും വൻമഴിയുമാണ് ഈ ലൂസേഴ്സ് ഫൈനലിലേക്ക് എത്തുന്നത്. ഈ 4 പള്ളിയോടങ്ങളാണ് ലൂസേഴ്സ് ഫൈനലിൽ എന്തായാലും മാറ്റുരയ്ക്കുന്നത്. അവിടെ നിന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ 40 സമയത്തിനുള്ളിൽ തന്നെ ഈ 4 പള്ളിയോടങ്ങളും ലൂസേഴ്സ് ഫൈനലിൽ ഏറ്റുമുട്ടും. അതായത് 2ാം സ്ഥാനത്തിന് വേണ്ടി ലൂസേഴ്സ് ഫൈനലിൽ ഈ 4 പള്ളിയോടങ്ങൾ ഏറ്റുമുട്ടും. അതിനുശേഷമാകും ഈ ബി ബാച്ചിന്റെ ഫൈനൽ മത്സരം നടക്കുക. ഇപ്പോൾ ബി ബാച്ചിന്റെ ലൂസേഴ്സ് ഫൈനൽ മത്സരങ്ങൾ അത് ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ആരംഭിക്കും. ബി ബാച്ച് ഫൈനൽ നേടിയ പള്ളിയോടങ്ങൾ കോറ്റാത്തൂരും കോടിയാട്ടുകരയും ഇടപ്പാവൂരും തൈമറവുകരയും, ഈ 4 പള്ളിയോടങ്ങളാണ് ബി ബാച്ചിൽ ഫൈനലിൽ പ്രവേശിച്ച പള്ളിയോടങ്ങൾ. അത് ബി ബാച്ചിലെ മന്നൻ ട്രോഫിക്ക് വേണ്ടിയുള്ള മത്സരം. ആരാവും മന്നൻ ട്രോഫി കരസ്ഥമാക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി മത്സരിക്കുന്ന 4 പള്ളിയോടങ്ങളാണ് കോറ്റാത്തൂരും കോടിയാട്ടുകരയും ഇടപ്പാവൂരും തൈമറവുകരയും. ഈ 4 പള്ളിയോടങ്ങൾ ഫൈനലിൽ ഏറ്റുമുട്ടുമ്പോൾ അതിന് തൊട്ട് മുന്നോടിയായി നടക്കുന്ന ലൂസേഴ്സ് ഫൈനലിൽ തോട്ടപ്പുഴശ്ശേരിയും കടപ്രയും കീക്കൊഴൂരും വൻമഴിയും ഈ 4 പള്ളിയോടങ്ങളാണ് എന്തായാലും ഏറ്റുമുട്ടുക. ഇനി നമ്മൾ ഈ ബി ബാച്ചിലെ പള്ളിയോടങ്ങൾ ലിസ്റ്റിലേക്ക് വന്നാൽ 1ാം നമ്പർ പള്ളിയോടം, അതായത് ബി ബാച്ചിലെ 1ാം നമ്പർ പള്ളിയോടമാണ് മേപ്രം തൈമറോങ്കര. ഈ മേപ്രം തൈമറോങ്കര പള്ളിയോടമാണ് ഈ ബി ബാച്ചിൽ ഫൈനലിൽ ആദ്യം പ്രവേശിച്ച പള്ളിയോടം. ഫൈനലിൽ മത്സരിക്കുന്ന 1ാം നമ്പർ പള്ളിയോടം അതാണ് തൈമറോങ്കര, മേപ്രം തൈമറോങ്കര. അതിനുശേഷമുള്ളത് കോറ്റാത്തൂർ പള്ളിയോടമാണ്. ഒപ്പം ഇടപ്പാവൂരും കോടിയാട്ടുകരയും ഈ 4 പള്ളിയോടങ്ങൾ ബി ബാച്ചിന്റെ ഫൈനലിലേക്ക് മത്സരിക്കും. 1, 2, 3 സ്ഥാനങ്ങളിലുള്ള ഈ 1, 2, 3 നമ്പറിലുള്ള ഈ പള്ളിയോടങ്ങളാണ് എന്തായാലും ബി ബാച്ചിന്റെ ഫൈനലിൽ മാറ്റുരയ്ക്കുക. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ലൂസേഴ്സ് ഫൈനൽ മത്സരങ്ങൾ അല്പസമയത്തിനുള്ളിൽ തന്നെ എന്തായാലും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ആരംഭിക്കും. സുരേഷ്, നിഖിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിലും കാണാൻ സാധിക്കും എത്രത്തോളം ആരവത്തിലും ആവേശത്തിലുമാണ് ഈ ആറന്മുളയുടെ ഇരുകരകളും. കാരണം കാലാവസ്ഥ അനുകൂലമാണ്. മത്സരത്തിന്റെ എല്ലാ ആവേശവും അവാഹിച്ചു തന്നെയാണ് ഈ ജലമേള കാണാൻ ജനസാഗരം ഒഴുകിയെത്തിയത്, അല്ലേ? തീർച്ചയായും സുരേഷ, പമ്പാ നദിയുടെ ഇരുകരകളിലുമായി ഇങ്ങനെ നിരവധി ആളുകൾ, ആയിരക്കണക്കിന് പള്ളിയോട പ്രേമികൾ പമ്പാ നദിയുടെ ഇരുകരകളിലുമായി ഇങ്ങനെ തടിച്ചു കൂടിയിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കും. ഈ ഒരു ആരാകും മന്നൻ ട്രോഫി നേടുക, മന്നൻ ട്രോഫിക്ക് വേണ്ടി ഉള്ള ആ ഒരു മത്സരം, അതിൽ ആര് മന്നൻ ട്രോഫി ഉയർത്തും എന്ന് കാണാൻ, അതിനുപരി മന്നൻ ട്രോഫി ഉയർത്തുന്നതിനുപരി ഈ ഒരു മത്സരങ്ങൾ കാണാൻ എന്തായാലും പമ്പാ നദിയുടെ ഇരുകരകളിലും നിരവധി ആളുകൾ എത്തിയിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കും. ആയിരക്കണക്കിന് ആളുകൾ ഇരുകരകളിലുമായി സത്രക്കടവിൻ്റെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് സത്രക്കടവിന് കുറച്ച് ഫിനിഷിംഗ് പോയിന്റ് തുറച്ചു മാറി, ഫിനിഷിംഗ് പോയിന്റിനും ഒപ്പം ഈ ഒരു ക്ഷേത്രക്കടവിനും നടുക്കുള്ള ഒരു പ്രദേശത്താണ്, ആ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ തന്നെയും അവിടെ മുതൽ ഇങ്ങോട്ട് ക്ഷേത്രത്തിന്റെ കടവ് മുതൽ ഈ ഒരു സത്രക്കടവ് വരെയുള്ള ആ ഒരു സ്ഥലങ്ങളിൽ ഇവിടെ ഇരുകരകളിലുമായി എന്തായാലും ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ തടിച്ചുകൂടുന്ന കാഴ്ച നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ അല്പസമയത്തിനുള്ളിൽ ലൂസേഴ്സ് ഫൈനൽ ആരംഭിക്കും. അതിനുശേഷമുള്ള ഫൈനൽ മത്സരങ്ങൾ, അതൊക്കെ കാണാൻ ആയിരക്കണക്കിന് ആളുകൾ എന്ന് പറയാൻ സാധിക്കും. ഈ ഒരു മന്നം ട്രോഫിയിലേക്ക് ആര് മുത്തമിടും, ഈ മുത്തമിടുന്നത് കാണാൻ നിരവധി ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ പലവട്ടം ഗൗതവും വിനോദവും ഒക്കെ പറഞ്ഞ കാര്യമുണ്ട്. ഇതൊരു മത്സര വള്ളംകളിക്ക് അപ്പുറത്തേക്ക് ആചാര പെരുമ കൊണ്ട് പ്രസിദ്ധമാണ് ആറന്മുള ഉത്രട്ടാതി ജലമേള. ആചാരം, അനുഷ്ഠാനം അതൊക്കെ കൊണ്ട് പ്രശസ്തമാണ് ആറന്മുള ഉത്രട്ടാതി ജലമേള എന്ന് പറയുന്നത്. അവിടേക്ക് ഒരു വള്ളംകളി കാണാനെത്തുന്നതിനപ്പുറത്തേക്ക് ഇവിടെ എത്തിയിരിക്കുന്ന നല്ലൊരു ശതമാനം ആളുകളും സ്വന്തം കരയിൽ നിന്ന്, അതായത് തങ്ങളുടെ പള്ളിയോടം മന്നൻ ട്രോഫി ഉയർത്തുക, തങ്ങളുടെ കരയിലേക്ക് ആ ഒരു മന്നൻ ട്രോഫി എത്തിക്കുന്നത് നേരിട്ട് കാണുന്നതിന് വേണ്ടിയൊക്കെയാണ് ഇവിടേക്ക് ആളുകളൊക്കെ എത്തിയിട്ടുള്ളത് എന്ന് പറയാൻ സാധിക്കും. ഇവിടെ പമ്പാ നദിയുടെ ഇരുകരകളിലുമായി ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞ് ആളുകൾ ഇരുകരകളിലുമായി ഉണ്ട്. നമ്മൾ നേരത്തെ
പറഞ്ഞ ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ക്ഷേത്രക്കടവിനും ഒപ്പം തന്നെ ക്ഷേത്രക്കടവിനും ഈ ഒരു സത്രക്കടവ് ഫിനിഷിംഗ് പോയിന്റ്, അവിടെയാണ് ഫിനിഷിംഗ് പോയിന്റ് വരുന്ന സത്രക്കടവ്, ആ ഭാഗത്തായാണ് വരിക. ഇതിൽ ഈ ഭാഗത്തായാണ് ക്ഷേത്രത്തിന്റെ കടവ് വരുന്നത്, ഇവിടെയായിട്ടാണ്. അവിടെ നിന്ന് അതിന് രണ്ടിനും ഇടയിലുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ എന്തായാലും ഇപ്പോൾ നിൽക്കുന്നത് പറയാൻ സാധിക്കും. ഇവിടെയൊക്കെ നമ്മൾ നോക്കിയാൽ കാണാൻ സാധിക്കും. നമ്മൾ ഉള്ളത് കറക്റ്റായി പറഞ്ഞാൽ ഇടശ്ശേരിമല കിഴക്ക് പള്ളിയോടത്തിന്റെ ആ വള്ളപ്പുരയ്ക്ക് സമീപമാണെന്ന് പറയാൻ സാധിക്കും. അവിടെയൊക്കെ നമ്മൾ നോക്കിയാൽ ഇവിടെയൊക്കെ നിരവധി ആളുകൾ ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുന്ന കാഴ്ച നമുക്ക് എന്തായാലും കാണാൻ സാധിക്കുന്നുണ്ട്. നിരവധി ആളുകൾ ഇവിടേക്ക് എത്തുന്നു. ഇവരെ നിയന്ത്രിക്കാൻ എന്തായാലും പോലീസുകാർ ഒക്കെ തന്നെ ഇവിടെ ഡ്യൂട്ടിയിലുണ്ട്. ഒപ്പം ഇവിടെ കണ്ടില്ലേ ഫിനിഷിംഗ് കാണാൻ, അതായത് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ഏത് പള്ളിയോടം ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുന്നു എന്ന് കൃത്യമായി ഈ ഭാഗത്ത് നിന്നാൽ നമുക്ക് അറിയാൻ സാധിക്കും. അതായത് അവസാന നിമിഷം അവസാന ലാപ്പുകളിലേക്കൊക്കെ പള്ളിയോടങ്ങൾ ഇങ്ങനെ മുന്നേറി ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുന്ന സമയമൊക്കെ ഇവിടെ നിന്ന് നമുക്കത് കൃത്യമായി കാണാൻ സാധിക്കും. അങ്ങനെ അവസാന നിമിഷം അവസാന ലാപ്പുകളിലൊക്കെ പള്ളിയോടങ്ങൾ ഇങ്ങനെ മുന്നിലേക്ക് കയറുന്നത് കാഴ്ച നമുക്ക് ഈ ഭാഗത്ത് നിന്നാൽ കൃത്യമായി കാണാൻ സാധിക്കും. ഇവിടെ നിന്നതാ എനിക്ക് ഇടതുവശത്ത് ഇവിടെ നിന്നാണ് പള്ളിയോടങ്ങൾ ഇങ്ങനെ പാടിത്തുഴഞ്ഞു വരുന്നത്. ഇവിടെ നിന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റ് അവിടെ ഇങ്ങനെ പാടിത്തുഴഞ്ഞ് ക്ഷേത്രക്കടവിലെത്തി. അവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ക്ഷേത്രക്കടവ് മുതൽ ഇങ്ങോട്ട് ഫിനിഷിംഗ് പോയിന്റ് വരെ എന്തായാലും പമ്പാ നദിയുടെ ഇരു കരകളിലുമായി ഇങ്ങനെ നിരവധി വള്ളംകളി പ്രേമികൾ ഇങ്ങനെ തടിച്ചുകൂടി നിൽപ്പുണ്ട്. ആരുയർത്തും മന്നൻ ട്രോഫി എന്നുള്ളത് ഇങ്ങനെ കാത്ത് ഇരിപ്പുണ്ട്. നമ്മൾ ലഭ്യമാകുന്ന വിവരം അനുസരിച്ചിട്ടാണെങ്കിൽ ലൂസേഴ്സ് ഫൈനലിന്റെ മത്സരങ്ങൾ നിലവിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 4 പള്ളിയോടങ്ങൾ ചേർന്നുള്ള ഒരു ലൂസേഴ്സ് ഫൈനൽ മത്സരം അത് ഇപ്പോൾ ആരംഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാവരും ഒപ്പം തന്നെ ലൂസേഴ്സ് ഫൈനൽ ആരംഭിച്ച് കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഗൂഗിൾ PR ശരിയാണ്. ഗൂഗിൾ അത്രത്തോളം ആവേശം അലതല്ലുന്ന ഒരു മത്സരത്തിനെയാണ് ഇനി സാക്ഷ്യം വഹിക്കുക. കാരണം ഹീറ്റ്സ് മത്സരങ്ങൾ അവസാനിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ലൂസേഴ്സ് ഫൈനൽ ആരംഭിച്ചു കഴിഞ്ഞു. അതിനുശേഷമാണ് മനം ട്രോഫിക്ക് വേണ്ടിയിട്ടുള്ള ഒരു അന്തിമ പോരാട്ടത്തിലേക്ക് എത്തുക. അതിന് നിമിഷങ്ങൾ മാത്രമാണ് ഇനി മുന്നിലുള്ളത്, ബാക്കിയുള്ളത് അല്ലേ? ഇനി ഏതാനും 4 മത്സരങ്ങൾ മാത്രമാണ്, 4 ഫൈനൽ മത്സരങ്ങൾ മാത്രമാണ്. 2 ലൂസേഴ്സ് വരെയും 2 ഫൈനൽ മത്സരങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഉത്രട്ടാതി വള്ളംകളി അതിന്റെ ഏറ്റവും പാരമ്യത്തിലേക്ക് അവശേഷിക്കുന്നത്. ഉത്രട്ടാതി വള്ളംകളി അതിന്റെ ഏറ്റവും പാരമ്യത്തിലേക്ക് എത്തുകയാണ്. ആവേശത്തിന്റെയും ആരവത്തിന്റെയും ഒക്കെ പാരമ്യത്തിലേക്ക് എത്തുകയാണ്. ആ ഫൈനൽ മത്സരങ്ങൾ കാണുന്നതിന് വേണ്ടിയിട്ടാണ് കണ്ണുമ ചിമ്മാതെ എല്ലാവരും കാത്തിരിക്കുന്നത്. പമ്പയുടെ തീരങ്ങളിൽ രാവിലെ മുതൽ തന്നെ ഇങ്ങനെ കണ്ണുനട്ട് കാത്തിരിക്കുന്നത് ഈ ഒരു നിമിഷങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എന്തായാലും ആ ഉത്രട്ടാതി വള്ളംകളി അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇനി ആദ്യഘട്ടത്തിൽ നടക്കുന്നത് ബി ബാച്ച് വള്ളങ്ങളുടെ ലൂസേഴ്സ് ഫൈനൽ മത്സരമാണ്. ലൂസേഴ്സ് ഫൈനലിൽ യോഗ്യത നേടിയത് തോട്ടപ്പുഴശ്ശേരി, കടപ്ര, കീക്കോഴൂർ, വൻമഴി എന്നിങ്ങനെയുള്ള 4 പള്ളിയോടങ്ങളാണ്. അതിനുശേഷം ബി ബാച്ച് വള്ളങ്ങളുടെ ഫൈനൽ മത്സരങ്ങൾ നടക്കും. കോറ്റാത്തൂർ, കൊടിയാട്ടുകര, ഇടപ്പാവൂർ, തൈമറവുംകര എന്നിങ്ങനെയുള്ള 4 പള്ളിയോടങ്ങളാണ് ആ ബി ബാച്ചിന്റെ ഫൈനൽ മത്സരങ്ങളിൽ പങ്കെടുക്കുക. അതിനുശേഷമാണ് എ ബാച്ച് പള്ളിയോടങ്ങളുടെ ലൂസേഴ്സ് ഫൈനലും നടക്കുക. എന്തായാലും ആവേശം അതിന്റെ കൊടുമുടിയിലെത്തി നിൽക്കുകയാണ് എല്ലാവരും. തീർച്ചയായും ഏറ്റവും മനോഹരമായ കാഴ്ചകളിലേക്ക്, ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളിലേക്ക് പമ്പാ തീരം ഒന്നാകെ മാറുകയാണ്. ആറന്മുള ദേശം ഒന്നാകെ മാറുകയാണ്. കാരണം പകരം വെക്കാനില്ലാത്ത ഏറ്റവും മഹത്തായ ആഘോഷങ്ങൾക്ക് ഇനി 4 മത്സരങ്ങളുടെ ശേഷിപ്പ് മാത്രമാണ് ഉള്ളത്. എന്തായാലും വീറും വാശിയും നിറഞ്ഞ ഹീറ്റ്സ് മത്സരങ്ങൾ തന്നെയായിരുന്നു. എല്ലാവരും ഫൈനലിൽ സമമായുന്ന രീതിയിലേക്കുള്ള മത്സരങ്ങളായിരുന്നു ഓരോന്നും. ഇനി ഹീറ്റ്സ് മത്സരങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. എന്തായാലും ലൂസേഴ്സ് ഫൈനലുമാണ് എ ബി ബാച്ചുകളുടെ മത്സരങ്ങൾ ഇനി നടക്കാനുള്ളത്. എന്തായാലും ലൂസേഴ്സ് ഫൈനൽ ബി ബാച്ച് വള്ളങ്ങളുടെ ലൂസേഴ്സ് ഫൈനൽ ആരംഭിച്ചിരിക്കുകയാണ്. എന്തായാലും ഇരു കരകളിലും അങ്ങനെ ആവേശം അലപൊട്ടുകയാണ്. വള്ളംകളിയുടെ വള്ളപ്പാട്ടിന്റെ ഈരടിയിലേക്ക് ഈ നാടൊന്നാകെ കടക്കുകയാണ്. മനോഹരമായുള്ള ഒരു മത്സരത്തിലേക്ക്, ഫൈനലിന് തുല്യമായുള്ള ഒരു മത്സരത്തിലേക്ക് ഫിനിഷിംഗ് പോയിന്റിലേക്ക് അടുക്കുകയാണ്. ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഇനി കേവലം ദൂരങ്ങളുടെ അകലം. ലൂസേഴ്സ് ഫൈനലിന്റെ ബി ബാച്ച് വള്ളങ്ങൾ ലൂസേഴ്സ് ഫൈനലാണ് ആരംഭിച്ചിരിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും പള്ളിയോടങ്ങൾ മധുക്കടവിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ആ 4 പള്ളിയോടങ്ങളിൽ ഒരു പള്ളിയോടം ഏറ്റവും മുൻപന്തിയിലുണ്ട്. ബാക്കി 2 പള്ളിയോടങ്ങൾ ഇഞ്ചോടിഞ്ച് വ്യത്യാസത്തിൽ തന്നെ തുഴയുകയാണ്. എന്തായാലും ആ പള്ളിയോടങ്ങൾ അങ്ങനെ ആ ഫിനിഷിംഗ് പോയിന്റിലായിട്ടുള്ള സത്രക്കടവിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വാശിയേറിയ മത്സരം തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇനി ഇതിനു ശേഷമായിരിക്കും ഫൈനൽ മത്സരം